പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിന് പ്രധാനമായും 2 ഘടകങ്ങളാണ് ഉള്ളത്. ഈ 2 ഘടകങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടിയാൽ ഉടമ്പടി ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. അതിലൊരു ഘടകം എന്ന് പറയുന്നത് അറിവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയാണ്. രണ്ടാമത് അനുഭവത്തിൽ അധിഷ്ഠിതമായ ആധ്യാത്മികത. ഈ 2 കാര്യങ്ങളും അതിൻ്റെ പ്രൊപ്പോർഷണലായിട്ടുണ്ടായാൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈമിന് ആധ്യാത്മിക ആചരിച്ച് നമ്മൾ അവസാനിപ്പിക്കാം. ഇത് തുടരണമെങ്കിൽ 2 കാര്യവും 50-50 എങ്കിലും വേണം. ഒന്ന്, അറിവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയെക്കുറിച്ച് മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ പ്രവർത്തിക്കുന്ന സുവിശേഷത്തിൻ്റെ മെക്കാനിസത്തെക്കുറിച്ച് നമുക്ക് നല്ല അറിവുണ്ടാകണം. രണ്ടാമത്, ആ അറിവ് ആപ്ലിക്കേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. കിട്ടിയിരിക്കുന്ന അറിവ്, എല്ലാ അറിവുകളും എന്തിനാണ്? പ്രയോഗിക്കാൻ വേണ്ടിയുള്ളതാണ്. പ്രയോഗിച്ച് ഫലവത്തല്ലാത്ത അറിവുകൾ പുസ്തകത്തിലെ പശു പോലെയാണ്, പുല്ല് തിന്നത്തില്ല. ഉടമ്പടിയെക്കുറിച്ചുള്ള എല്ലാ അറിവുകളും അത് പ്രയോഗിച്ചിട്ട് അതിൻ്റെ അനുഭവ തലങ്ങളിലേക്ക് പോയി സാക്ഷ്യത്തിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള ഒരു നടപടിക്രമമാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഉടമ്പടി ധ്യാനം നിങ്ങളുടെ ഇടയ്ക്ക് മുറതെറ്റാതെ ഇപ്പോൾ 510 ധ്യാനങ്ങളുണ്ട്. നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും. അതിൽ കണ്ടൻറ്റ് വൈസ് 50% എപ്പോഴും ഫ്രഷ് ആയിരിക്കും. നമുക്കൊരു 510 ധ്യാനങ്ങൾ, ഉടമ്പടി ധ്യാനങ്ങൾ യൂട്യൂബിലുണ്ട്. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതിൻ്റെ 50%ഓളം 50% അറിവുകൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യുന്നില്ല, നേരത്തെ പറഞ്ഞതുമായിരിക്കത്തില്ല, അത് പുതിയതായിരിക്കും. ദാറ്റ് മീൻസ് 510ഓളം ഫ്രഷ് നോളജ്, പുതിയ ജ്ഞാനങ്ങൾ ഈ ധ്യാനത്തിലുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ധ്യാനം കേൾക്കുമ്പോൾ സാധാരണ ധ്യാനം കേട്ടിട്ട് നമ്മുടെ ഭക്തി വർദ്ധിപ്പിക്കുകയോ വിശ്വാസം വർദ്ധിപ്പിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഇത് പ്രയോഗിച്ച് സാക്ഷ്യത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയുള്ള ടെക്നിക്കൽ നോളജാണ് പലപ്പോഴും ഉടമ്പടി ധ്യാനത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു അവസാനം വരുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സ് എപ്പോഴും ആഗ്രഹിക്കേണ്ടത് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയുള്ള ഒരു സ്നേഹമുണ്ട്, സഹനം സ്വീകരിക്കാനുള്ള ഒരു സ്നേഹമുണ്ട്. ഉടമ്പടി ധ്യാനം എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് ഈ ലവ് ലെവല് എങ്ങനെ ഒരാളിനെ, ഇപ്പോൾ 0 ലവ് ലെവലുള്ള ആൾക്കാരുണ്ട്, ദൈവമായിട്ട് 0 ലവ് ഫ്രഷ് അനുസരിച്ച് അങ്ങനെയാണ്. അവർ ദൈവത്തെക്കുറിച്ച് ഐഡിയ പോലും ഇല്ലാത്ത 0 ലവ് ലെവലുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ടത് അറിവിനേക്കാളുപരി അനുഭവങ്ങളാണ് വേണ്ടത്. അതുകൊണ്ടാണ് നോൺ ക്രിസ്ത്യൻസിന് പെട്ടെന്ന് അനുഭവങ്ങൾ കിട്ടുന്നതിൻ്റെ കാരണം അതാണ്. അവർ അറിവിൻ്റെ കാര്യത്തിൽ അവർക്ക് 0 ലവ് ലെവലാണ്. 0 ലവ് അറിവിൻ്റെ കാര്യത്തിൽ അറിവ് അത്ര കണ്ട് വലിയ വിശ്വാസത്തെക്കുറിച്ചുള്ള, അവർക്ക് ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും വിശ്വാസത്തെക്കുറിച്ചുള്ള അറിവ് കുറവായിരിക്കും. പിന്നെ അവരെ ലിഫ്റ്റ് ചെയ്യാനുള്ള മാർഗം, ദൈവത്തിന് അവരെ രക്ഷയിലേക്ക് നയിക്കാനുള്ള മാർഗം എന്താ? അവർക്ക് നല്ല അനുഭവങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് അനുഭവങ്ങൾ കിട്ടും. ഇപ്പോൾ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഒരു അനുഭവങ്ങൾ കിട്ടുന്നതിനേക്കാൾ ഉപരി നിങ്ങളുടെ പാഠം വ്യത്യാസമുണ്ട്. നിങ്ങൾ അനുഭവങ്ങൾക്ക് വേണ്ടിയല്ല കെട്ടിത്തൂങ്ങി മരിക്കേണ്ടത്. എന്ത് ചെയ്യണം? അറിവ് തരാൻ പറയണം. രണ്ടുപേർക്കും 2 ഒരേ സ്ഥലത്താണെങ്കിലും ഒരു സിംഗിൾ റൂഫിലാണെങ്കിലും 2 ആവശ്യങ്ങളാണ്. ഫ്രഷ് ഹാൻഡ്സ് ആയിട്ടുള്ള ആൾക്കാർ ചോദിക്കേണ്ടത് അനുഭവങ്ങളാണ് ചോദിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് അനുഭവം കിട്ടും. മറ്റുള്ളവർ ഉടനെ കയറി അനുഭവങ്ങൾ ചോദിക്കരുത്. ക്രിസ്ത്യൻസ് ഉടനെ കയറി അനുഭവങ്ങൾ ചോദിക്കരുത്. അപ്പോൾ ദൈവത്തിന് നിങ്ങളെ വിശ്വാസമില്ലാതെ വരും. അതാണ് വിഷയം. അതിൻ്റെ വരുന്ന പ്രശ്നം, ക്രിസ്ത്യൻസ് ഉടനെ കയറി അനുഭവങ്ങൾ ചോദിച്ചാൽ എന്താണ് അതിൻ്റെ നിങ്ങളെക്കുറിച്ചുള്ള ഇമ്പ്രഷൻ? എന്താണ്? ദൈവത്തിന് നിങ്ങളെ
വിശ്വാസമില്ലാതെ വരും. പണ്ട് പീലിപ്പോസിനോട് ചോദിച്ചില്ലേ, പീലിപ്പോസേ ഇത്ര കാലം ഞാൻ നിങ്ങളുടെ കൂടെ ആയിരുന്നിട്ടും നിനക്കെന്നെ മനസ്സ്, അങ്ങനെ ചോദിക്കുന്ന ആളാണ് ഈശോ. അത് ഈ ഇവിടുത്തെ കാത്തലിക്സിനോടും ക്രിസ്ത്യൻസിനോടും ഈശോ ചോദിക്കുന്നുണ്ട്. നിങ്ങളൊരു ഒരു അനുഭവത്തിന് വേണ്ടി കെട്ടിച്ചാടുമ്പോൾ കർത്താവ് ഈ പാസേജ് ചോദിക്കും നിങ്ങളേക്ക്. ഒന്ന് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന സ്നേഹരാജാവേ ഇന്നും എന്നുള്ളിൽ വാ സ്നേഹത്തിൻ പൂനിലാവേ ഇന്നുള്ളിൽ സൂപ്പർ പാട്ടാണ്, നന്നായിട്ട് പാടുക എല്ലാവരും. സ്നേഹരാജാവേ എന്നെന്നും എന്നുള്ളിൽ വാ സ്നേഹത്തിൻ പൂനിലാവേ എന്നുള്ളിൽ യോഹന്നാൻ 14:8-9 തിരുവചനങ്ങൾ. യോഹന്നാൻ 14:8-9 തിരുവചനങ്ങളാണ്. പീലിപ്പോസ് പറഞ്ഞു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. യേശു പറഞ്ഞു, ഇക്കാലമത്രയും ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നിട്ടും പീലിപ്പോസേ നീ എന്നെ അറിയുന്നില്ലേ? എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നു. പിന്നെ അതായത് ആ ചോദ്യത്തിൻ്റെ എല്ലാ വിഷയവും അടങ്ങിയിട്ടുണ്ട്. ഇത്രയും കാലം ഞാൻ നിങ്ങളോട് ആയിരുന്നിട്ടും നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? അപ്പോൾ ഒരു അനുഭവത്തിന് വേണ്ടി വർഷങ്ങൾ ദൈവത്തിൻ്റെ ഈ വിശ്വാസം ജീവിച്ചിട്ടും ഒരു അനുഭവം കിട്ടാത്തതിൻ്റെ ഇപ്പോഴുള്ള വിഷയത്തിന് ഒരു പരിഹാരം കാണാത്തതിൻ്റെ പേരിൽ നീ പ്രാർത്ഥന കുറക്കുകയോ ആധ്യാത്മിക കാര്യങ്ങൾക്ക് ശൈത്യം ഉണ്ടാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിൻ്റെ അസസ്മെൻറ്റ് നെഗറ്റീവിലേക്ക് പോകും. അതെപ്പോഴും ഓർക്കണം. ഞാൻ എപ്പോഴും പറക്കുന്നത് സ്പിരിച്വാലിറ്റി ഈസ് എ ഇൻ്റലിജൻറ്റ് ബിസിനസ്. എന്നുവെച്ചാൽ ഞാൻ എൻ്റെ വിനിമയം, ബിസിനസ് വെച്ചാൽ മോശം കച്ചവടം എന്ന അർത്ഥത്തിലല്ല, വിനിമയം, കമ്മ്യൂണിക്കേഷൻ. ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു ബുദ്ധിപരമായ ഇൻവെസ്റ്റ്മെൻറ്റാണ്. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോടാണ് ഈ വിഷയത്തിൽ ഒരു അഭിമുഖത്തിന് സമയം കുറിക്കണത്. അപ്പോൾ ദൈവമായിട്ടുള്ള ഈ വിനിമയത്തിൽ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. ഇവിടെ നയതന്ത്രത്തിനൊന്നും ബലമില്ല. കാര്യം നയതന്ത്രം എന്ത് പറഞ്ഞാലും ആ നയതന്ത്രം ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് ദൈവത്തിന് പിടികിട്ടും. ചില ആൾക്കാർ മൗനമായിരിക്കും. അപ്പോഴും നിങ്ങളുടെ മനസ്സ് അവർക്കെതിരാണെന്ന് ദൈവത്തിന് അറിയാൻ പറ്റും. ഇപ്പോൾ ഡിപ്ലോമാറ്റിക് സൈലൻസ് കീപ്പ് ചെയ്യത്തില്ലേ? നമ്മൾ പറഞ്ഞത് വേണ്ട, അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞതേ ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പറയാതിരിക്കും. അത് മനുഷ്യന്മാരോട് നമുക്ക് അങ്ങനെ ചെയ്യും. ഡിപ്ലോമാറ്റിക് സൈലൻസ് മനുഷ്യനോട് കീപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ പറഞ്ഞത് വേണ്ട, ഞാൻ പറഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞതേ ഉണ്ടാകത്തുള്ളൂ അവസാനം എന്ന് പറയും. അങ്ങനെ ഒരു ഡിപ്ലോമാറ്റിക് സൈലൻസ് ഒന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ പറ്റത്തില്ല. ഫേക്ക് ഉടനെ ഫേക്ക് നടിച്ചു വരും. ദ പേഴ്സൺ ഈസ് കംപ്ലീറ്റ്ലി ഫേക്ക്. ഇയാളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷന് ഇനി മേൽഗതിയില്ല എന്ന് പറയും. അത് ദൈവമായിട്ട് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം എല്ലാ വിഷയങ്ങളും. അല്ല ഒന്ന് വിചാരിച്ച് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. മനുഷ്യന്മാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും അല്ലേ? നമ്മളൊന്ന് വിചാരിച്ചിട്ട് വേറെ ഒന്നും പറയാൻ പറ്റും. അപ്പോൾ നമ്മുടെ മനസ്സിലിപ്പോൾ എന്താണെന്ന് അവർക്ക് മനസ്സിലാവത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ അടുത്ത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത് അതാണ് പറഞ്ഞത്. ഒരു ചിന്ത നിൻ്റെ ഉള്ളിൽ വരുന്നുമ്പോൾ തന്നെ ഞാനത് അറിയുന്നു എന്നാണ്. അപ്പോൾ കാരണം ഈ ചിന്ത ദൈവം കണ്ടതിന് ശേഷമാണ് നമ്മൾ കാണുന്നത്. അതാണ് പ്രശ്നം. അത് വലിയ അപകടകരമായൊരവസ്ഥയാണ്. പ്രാർത്ഥിക്കുന്നവർ ഭയങ്കര ശ്രദ്ധിക്കേണ്ടതാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ഒരു ചിന്ത നിൻ്റെ മുമ്പിൽ. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ മഹത്വം ആരാധന ആരാധന. 139 സങ്കീർത്തനം 4 തിരുവചനം. ഒരു വാക്ക് എന്റെ നാവിലെത്തുന്നതിന് മുമ്പ് തന്നെ കർത്താവേ അത് അവിടുന്ന് അറിയുന്നു. ഇതാണ് ഈ പ്രാർത്ഥനയുടെ അവസ്ഥ എന്ന് പറയുന്നത്. ഇവിടെ ഒന്നും ഒളിച്ചു വെക്കാനൊന്നും പറ്റത്തില്ല. ഒന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ എന്താ മനസ്സിൽ വിചാരിച്ചതെന്ന് ആദ്യം ദൈവത്തിന് നമ്മൾ അടിച്ചു വരും. ഈ സാധനം നിങ്ങൾ പറയണത് അടിച്ച് മനസ്സിൽ ഇരിക്കണത് തമ്മിൽ രണ്ടും രണ്ടാണെങ്കിൽ നിങ്ങളെ ഫേക്ക് എന്ന് പറയും, കാപട്യം എന്ന് പറയും.
അതെപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാര്യം പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാവരും പിടിക്കപ്പെടുന്ന കാര്യം കാപട്യമുള്ളവർക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ. അതാണ് പ്രശ്നം. ബേസിക്കായിട്ട് കാപട്യമുള്ള ആൾക്കാരുണ്ടാവില്ല. എല്ലാ കാര്യവും മതിൽ ഗേറ്റ് തുറന്നു കിടന്നാലും മതിൽ ചാടി വരുന്ന ആൾക്കാരില്ലേ, അവരങ്ങനെയാണ് പഠിച്ചിരിക്കണത്. ഇങ്ങനെ തുടരണമെങ്കിൽ ഇങ്ങനെയൊക്കെ വരത്തുള്ളൂ. ഒരു കാര്യം നേരെ ചൊവ്വേ പറയണത്. എൻ്റെ സ്വഭാവം നേരെ ചൊവ്വേ പറയും, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നേരെ ചൊവ്വേ പറയും. ചില ആൾക്കാർ പറഞ്ഞില്ലെന്ന് വരുത്തും, പറഞ്ഞെന്നും വരുത്തും, കറങ്ങി തിരിഞ്ഞ് ഒടിഞ്ഞ് മടങ്ങിയൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് പണിപിടി കിട്ടും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ദൈവമായിട്ടുള്ള, അതായത് ഡീൽ ഓർ നോട്ട് ഡീൽ പോലെയാണ്. അതാണ് വിഷയം. നമുക്ക് രണ്ട് ഒരു അംബിഗസ് ഉത്തരങ്ങളില്ല. അതുകൊണ്ട് തന്നെ എല്ലാ ഡീലിങ്സും സത്യസന്ധമാകാൻ വേണ്ടി നോക്കണം. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയോടുള്ള എല്ലാ വിനിമയങ്ങളും സത്യസന്ധമാകാനും ആ സത്യം എനിക്ക് കേടായി ഭവിച്ചാലും അങ്ങയുടെ സ്നേഹത്തെ വിശ്വസിച്ചുകൊണ്ട് സത്യത്തിൽ തന്നെ സാക്ഷിയായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണം. ശ്രദ്ധിക്കട്ടെ. സഹിച്ചും വചനം പാലിച്ചു മുന്നേറുവാൻ ഈ ആരാധനയോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത് ഇങ്ങനെയാണ്, ക്രിസ്ത്യൻസ് ആൻഡ് നോൺ ക്രിസ്ത്യൻസ്. നോൺ ക്രിസ്ത്യൻസിന് ശരിക്കും പെട്ടെന്ന് അനുഭവജ്ഞാനങ്ങൾ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ അനുഭവജ്ഞാനങ്ങൾ നേരത്തെ പലതും കിട്ടിയിരിക്കുന്ന കാരണം നിങ്ങളോട് അറിവ് വർദ്ധിക്കാൻ ദൈവം പറയും. അതുകൊണ്ട് നിങ്ങൾ ധ്യാനം മര്യാദയ്ക്ക് കൂടി ഈ വിഷയത്തിൽ നല്ല ബോധ്യങ്ങൾ കിട്ടണം. കാര്യം നമ്മളെ സംബന്ധിച്ചുള്ളതും ദൈവം നോക്കണ കാര്യവും നമ്മൾ നോക്കുന്ന കാര്യവും രണ്ട് എൻഡാണ് ആ പ്രശ്നം. ദൈവം നോക്കുന്ന ഇടങ്ങളും നമ്മൾ നോക്കുന്ന ഇടങ്ങളും രണ്ടായി പോകരുത്. അതെന്നാണ് ഒന്നായി വരുന്നത് അന്ന് ഉടമ്പടി ഫയറാകും. ദൈവം പ്രാധാന്യം കൊടുക്കുന്ന ഇടങ്ങളും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ഇടങ്ങളും രണ്ടായി പോകരുത്. കാര്യം ഒരു വിഷയത്തിന് രണ്ട് ലക്ഷ്യങ്ങൾ പറ്റത്തില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ദൈവത്തിൻ്റെ ലക്ഷ്യം ഒരിക്കലും മാറ്റത്തില്ല. പിന്നെ നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ ലക്ഷ്യങ്ങൾ മാറ്റേണ്ടി വരും. അതായത് എപ്പോഴും ഉടമ്പടി ഫയറാകുന്നതിനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത്, ഒരു വിഷയത്തിൽ ദൈവത്തിൻ്റെ ലക്ഷ്യവും നമ്മുടെ ലക്ഷ്യവും രണ്ടാകരുത്. ദൈവത്തിൻ്റെ ലക്ഷ്യവും നമ്മുടെ ലക്ഷ്യവും നമ്മൾ ഈ പ്രക്രിയയിലൂടെ പതുക്കെ ഒന്നായി കൊണ്ടുവരാനുള്ള ഈ മൽപ്പിടുത്തവും ബലംപിടുത്തമൊക്കെ നടത്തേണ്ടത് ദൈവമല്ല. എന്താ കാര്യം? ദൈവത്തിൻ്റെ ലക്ഷ്യം ഒരിക്കലും മാറ്റത്തില്ല ദൈവം. കാര്യം മാറ്റത്തിന് വിധേയമല്ലാത്തത് കൊണ്ട് മാറ്റത്തില്ല. പിന്നെ അപൂർവം വല്ല മോസസിനെ പോലെയുള്ള ആൾക്കാർ നീ പറഞ്ഞ കാര്യവും തൽക്കാലത്തേക്ക് ഞാൻ മാറ്റി വെച്ചേക്കണമെന്ന് ദൈവം പറയും. അത് അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് മോസസിനുള്ളതാണ്. ജനങ്ങളെല്ലാം ഈ മനുഷ്യനെ ചവിട്ടി കീറി ദൈവത്തിന് വേണ്ടി ആ മനുഷ്യൻ ഒരു പിണമായി മാറിയതൊക്കെ ദൈവം കണ്ണു നിറഞ്ഞ് കണ്ട കാഴ്ചകളാണ്. അതുകൊണ്ടാണ് മോസസിന് ഭയങ്കര ഇൻവെസ്റ്റ്മെൻറ്റാണ്. നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞാൽ ദൈവം അപ്പം തന്നെ അത് ചേഞ്ച് ചെയ്ത് തരും നമുക്ക്. പക്ഷെ അവിടെ ഒരു പ്രോബ്ലം ഇൻവെസ്റ്റ്മെൻറ്റാണ്. കാരണം ദൈവഹിതം ഏറ്റെടുത്ത് നാട്ടുകാരുടെ ചവിട്ട് ഇടിയും മേടിച്ച് വീട്ടുകാരിലെ ഒറ്റപ്പെടുത്തലെ കിട്ടി ഇൻവെസ്റ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കണം. അതും ഒരു നിക്ഷേപ സാധ്യതയാണ്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? ദൈവതിരുസന്നിധിയിൽ നിക്ഷേപമെന്ന് ഈശോ പറയും. ആ വാക്ക് ഈശോ ഉപയോഗിക്കണം 12:21 തോന്നുന്നത്. നിക്ഷേപം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് അതിന്. സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ടാകാൻ ശ്രദ്ധിക്കാൻ. ഇവിടെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന.
19 തിരുവചനങ്ങൾ. മത്തായി 6:19-20. ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്, ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്. തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും. കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക. നിക്ഷേപങ്ങൾ കരുതി വെക്കുക. ഇതിന്റെ വിഷയം എന്ന് പറയുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വെക്കുക. അപ്പോൾ നിങ്ങൾ ഓർക്കുന്ന സ്വർഗം എന്ന് പറയുന്നത് ഏതാണ്ട് തട്ടുമ്പുറത്തുള്ള മുകളിലുള്ള പരിപാടിയാണ്. അവിടെ എങ്ങനെ കൊണ്ടുപോയി എന്തോ നിക്ഷേപിക്കണേ, ഇങ്ങനെയുള്ള ചിന്ത ഒന്നും വേണ്ട. സ്വർഗം എന്ന് പറയുന്നത് കർത്താവിൻ്റെ മനസ്സാണ്. കർത്താവിൻ്റെ മനസ്സിൽ നിനക്ക് വേണ്ടി നിധി സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. മനസ്സിലായില്ലേ? കർത്താവിൻ്റെ മനസ്സാണ് സ്വർഗം. അവിടെ എന്താണ്? നിന്നെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ ഉള്ള എവിടെയാണ്? കർത്താവിൻ്റെ മനസ്സിലാണ്. അതാണ് നമ്മുടെ സ്വർഗം. ഈശോയുടെ മനസ്സിൽ നമുക്ക് നിക്ഷേപം ഉണ്ടാകണം. മോസസിനൊക്കെ ഉണ്ടായ ഗുണമെന്ന്, നീ ഈ പറഞ്ഞ കാര്യവും ഞാൻ ചെയ്തു തരും. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറപ്പാട് 33:17. പുറപ്പാട് 33:17. കർത്താവ് മോശയോട് പറഞ്ഞു, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായി അറിയാം. എപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇതൊരു സർട്ടിഫിക്കറ്റ്, ദൈവം കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റാണ്. ഒരു സർട്ടിഫിക്കറ്റിൽ കൊടുത്തിട്ട് പറയും എന്താണ്? നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ നമുക്ക് നേടാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സംഭവം എന്താണ്? കൃപയാണ്. അതാണ് പ്രീതി എന്ന് പറഞ്ഞത്, പ്രസാദം. നീ എൻ്റെ പ്രസാദം നേടിയിരിക്കുന്നു. കാര്യം എന്താണ്? എനിക്ക് നിന്നെ നന്നായി അറിയാം. അതാണ് വിഷയം. നന്നായി അറിയാമെന്ന് പറഞ്ഞത് ഈ മോസസും അഹ്റോനും തമ്മിലുള്ള, മോസസിൻ്റെ വൈഫും മോസസുമായിട്ട് തമ്മിൽ ഈ മോസസിൻ്റെ അടുത്ത് ഒത്തിരി ആൾക്കാർ വരികയും അങ്ങേരുടെ സമയം മുഴുവനും ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടി ചെറുക്കുകയും കുടുംബത്തിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ നീ ഇതിനകത്ത് വലിയ കേമത്തൊന്നും കാണിക്കേണ്ട കാര്യമില്ല, ഇങ്ങനെ മനുഷ്യരെ കൈകാര്യം ചെയ്യാനൊക്കെ എനിക്കും അറിയാമെന്നൊക്കെ പറഞ്ഞ് ഈ മോസസിൻ്റെ വൈഫ് ഭയങ്കര ശണ്ട ഉണ്ടാക്കി. അതിൻ്റെ അകത്ത് ആ ജത്രോയുടെയും ഒക്കെ സപ്പോർട്ടുണ്ട്, ബാക്ക് സപ്പോർട്ടുണ്ട് ഈ അമ്മായിയപ്പൻ്റെയൊക്കെ. അപ്പം ഇങ്ങനെ ചില കുടുംബത്തിൽ തന്നെ മോസസ് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകും. പിന്നെ പബ്ലിക്കായിട്ടും താൻ ആർക്ക് വേണ്ടിയാണ് നിന്നത്, ആ ജനത മോസസിനെ ഇങ്ങനെ, അവർക്ക് വിശപ്പും പട്ടിണിയൊക്കെ വന്നപ്പോൾ അത് മോസസ് ഇങ്ങനെ വഴി നടത്തുന്നത് തെറ്റായതുകൊണ്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ജനങ്ങളെല്ലാം ഇവനെതിരെ നിൽക്കും. ജനങ്ങളെല്ലാം മോസസിനെതിരെ നിൽക്കും. പക്ഷേ ദൈവത്തിൻ്റെ ഒരു വഴികളിലൂടെ മോസസിന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ജനങ്ങളിൽ നിന്ന് ചവിട്ടക്കുത്തുമൊക്കെ മേടിക്കുന്നത് ദൈവത്തിന് വേണ്ടിയാണ്. അതിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ ഇടയ്ക്ക് ഈ കാണ്ട് മോസസിലും കാണിച്ചിട്ടില്ല. അതാണ് മോസസിൻ്റെ ഒരു വിജയം. നിങ്ങളെപ്പോഴും നന്നായി ശ്രദ്ധിക്കണം. നിങ്ങൾ സഹിച്ച സഹനങ്ങളൊക്കെ ഞാൻ അങ്ങനെ സഹിച്ചു ഇങ്ങനെ സഹിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ സഹനത്തിൻ്റെ കാർഡ് ദൈവത്തെ കാണിച്ച് വരട്ടരുത്. അത് ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ കാര്യവും ദൈവത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് നമ്മൾ ക്ലെയിം ഉണ്ടാക്കരുത്. മോസസിൻ്റെ സഹനങ്ങളെക്കുറിച്ച് എടുത്ത് ജനങ്ങൾ മോസസിനെ വെറുക്കണതും ഉപദ്രവിക്കുന്നതായിട്ട് ഭാഗങ്ങൾ അത് കേൾക്കേണ്ടതാണ് നിങ്ങളെ. അപ്പോൾ ഒരിക്കലും മോസസ് കംപ്ലൈൻറ്റ് ചെയ്യത്തില്ല. എന്നിട്ട് പറയും മോസസിനെ പോലെ സൗമ്യനായിട്ട് ആരും ഇല്ലായിരുന്നു എന്നൊക്കെ പറയും ബൈബിൾ അങ്ങനെ ആർക്കും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കത്തില്ല. പക്ഷേ എന്നാലും മോസസിന് ഭയങ്കരമായി മോസസ് പറയും ഭൂമിയിലെ മോസസിനെ പോലെ സൗമ്യനായിട്ട് ആരും ഇല്ലാഞ്ഞെന്നൊക്കെ പറയും. അപ്പം വ്യക്തിപരമായിട്ട് ഇയാളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കരമാണ്. ജനങ്ങൾ ചവിട്ടിക്കൂട്ടുമ്പോഴും വീട്ടിൽ തികത്തുമ്പോഴും പൊള്ളുമ്പോഴും ഈ മനുഷ്യൻ പൊള്ളുന്ന കാര്യമോ ജനങ്ങളെ മുറിപ്പെടുത്തിയ കാര്യമോ ദൈവത്തോട് പറയത്തില്ല. എന്നിട്ട് ചിരിച്ചതുപോലെ തന്നെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു തീർക്കും. അതാണ് പറയണത്, അവനെ പോലെ സൗമ്യൻ ആരും ഇല്ലെന്ന്. സൗമ്യത എന്ന് പറയണത് എന്താണെന്ന് ചോദിച്ചാൽ മോസസ് കാണിച്ചതാണ് സൗമ്യത. നമ്മൾ പറയണല്ലേ എന്താണ് സൗമ്യത എന്ന് വെച്ചാൽ, മോസസ് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന ഈ ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ഒരു നിലപാടാണ്. അത് പഴയ നിയമത്തിൻ്റെ ഏറ്റവും വലിയ ഭാവം മോസസാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, സംഖ്യാപുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. സംഖ്യ 12:1. മോശയുടെ ഭാര്യയായ
മോശയുടെ ഭാര്യയായ കുഷ്യ സ്ത്രീയെ പ്രതി മിരിയാമും അഹരോനും അവനെതിരായി സംസാരിച്ചു. കർത്താവ് മോശ വഴി മാത്രമാണോ സംസാരിച്ചിട്ടുള്ളത്? ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ എന്ന് അവർ ചോദിച്ചു. കർത്താവ് അത് കേട്ടു. മോശ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരിലും വെച്ച് സൗമ്യനായിരുന്നു. അതിന്റെ വിഷയം അതായത് മോസസിന്റെ പാളയത്തിൽ പടയാണ്. ഭാര്യയും ബന്ധുക്കളും വീട്ടിലുള്ള ആൾക്കാരും എല്ലാം മോസസിനെതിരെ വരികയും എന്നിട്ട് ഇവരുടെ വർത്തമാനങ്ങളെല്ലാം, പക്ഷെ മോസസ് ദൈവത്തോട് പറയത്തില്ല, എനിക്ക് വീട്ടിൽ പ്രശ്നമാണെന്നുള്ള കാര്യം പറയത്തില്ല. ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇങ്ങനെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ചിരിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് വിഷയം. കണ്ണ് നിറഞ്ഞിരിക്കുമ്പോഴും ശരീരം വേദനിച്ചിരിക്കുമ്പോഴും സൗമ്യത കൈവിടാതെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ മോസസിനെ കുറിച്ച് വീട്ടിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും മോസസ് ദൈവത്തോട് പറയത്തില്ല. പക്ഷേ ബൈബിളിൽ വചനം എന്താ പറയണത്? മോസസ് പറഞ്ഞില്ലെങ്കിലും കർത്താവ് അത് കേട്ടെന്നാണ്. അതാണ് വിഷയം. അപ്പം നമ്മൾ ഒത്തിരി പറയാൻ നടക്കരുത്. പെയ്ത് പെറുക്കി നമ്മളെപ്പോഴും ഓർത്തേക്കണം, നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടിയും വിശ്വാസത്തിന് വേണ്ടിയും ഒക്കെ അനുഭവിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ പത്രം കൊണ്ടുപോകുമ്പോൾ നിങ്ങളെ അവർ തെറി വിളിക്കും, തോന്നിവാസം പറയും. വീട്ടിൽ തന്നെ ആങ്ങളെ പറയും, നിനക്ക് തലക്ക് ഭ്രാന്താണ്, 10 രൂപയിട്ട് നടക്കുകയാണ്, വേറെ പണിയൊന്നും ഇല്ല നീ. അപ്പം നിങ്ങളുടനെ അവിടെ കടുത്തേക്ക് കയറാൻ നിൽക്കുകയോ വിശ്വാസത്തിന് വേണ്ടി നീ സഹിച്ച സഹനങ്ങളിൽ കർത്താവിൻ്റെ അടുത്ത് അത് ബാർഗെയിൻ ചെയ്ത് ക്ലെയിം ആക്കുകയോ ഒന്നും ചെയ്യരുത്. അല്ല, കാണേണ്ട പാട്ടി കാണുകയും അക്കൗണ്ട് ആകേണ്ട ഫലത്തിൽ അക്കൗണ്ട് ആകുകയും ചെയ്യുന്നുണ്ട്. മോശത്തിനെ കണ്ടാൽ പഠിക്കേണ്ടത്. പ്രത്യേകിച്ച് സഹനങ്ങളെക്കുറിച്ച് അത് ഷെയർ ചെയ്യാനുള്ളതല്ല എന്നാണ് വചനത്തിൻ്റെ ഒരു നിലപാട്. ദൈവത്തിന് വേണ്ടി ഏറ്റെടുക്കുന്ന സഹനങ്ങൾ അത് ഷെയർ ചെയ്യാനുള്ളതല്ലെന്ന് മനസ്സിലായ? അതാണ് അമ്മയും അങ്ങനെയാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നാണ് പറഞ്ഞത്. തന്നോട് തന്നെ പറഞ്ഞതാണ്, അല്ലാതെ നാട്ടുകാരോട് പറഞ്ഞതല്ല വിഷയം. നമ്മുടെ പല ഈ ഇന്ധന ചോർച്ചയും സംഭവിക്കുന്നത് അങ്ങനെയാണ്. പ്രസാദപര ചോർച്ച സംഭവിക്കുന്നത് നമ്മൾ അനുഭവിച്ച കാര്യങ്ങൾ നാട്ടുകാരോട് പറയും, വീട്ടുകാരോട് പറയും. പക്ഷേ ദൈവത്തിന് വേണ്ടി സഹിച്ച കാര്യങ്ങളാ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടി നമ്മൾ സഹിച്ച കാര്യങ്ങളാ, എനിക്കങ്ങനെ സംഭവിച്ചു, എന്നോട് അങ്ങനെ ചെയ്തു, അവരിങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോണത് ഇന്ധനച്ചോർച്ച വരും. വിമാനങ്ങൾക്ക് ഇന്ധനച്ചോർച്ച എന്ന് പറയത്തില്ലേ, നിലത്തിറക്കിയെന്ന് പറഞ്ഞിട്ടില്ലേ? അതാണ് സംഭവിക്കുന്നത്. വിമാനങ്ങൾക്ക് ഇന്ധനച്ചോർച്ച വന്നാൽ നിലത്തിറക്കിയെന്ന് കണ്ട വിമാനത്താവളത്ത് ഇറക്കേണ്ടി വരും. മനസ്സിലായി? അതുപോലെയാണ് നമ്മൾക്ക് ഇന്ധനച്ചോർച്ച, കൃപാവരച്ചോർച്ച സംഭവിക്കരുത്. കൃപാവരച്ചോർച്ച സംഭവിക്കുകയാണത്. അപ്പം നമ്മൾ ദൈവത്തിന് വേണ്ടി സഹിച്ച സഹനങ്ങളൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞ് അവരുടെ ഒരു സഹായ അനുഭൂതി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇന്ധനച്ചോർച്ച ചെയ്യും. പരിശുദ്ധാത്മാവ് അമ്മയോട് പറഞ്ഞ ഒരു കാര്യം, മറിയം സൂക്ഷിക്കണം, ഇതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒരു മേഖലയിലൂടെയാണ് നിൻ്റെ സുവിശേഷ സാക്ഷ്യം പോകുന്നത്. അതുകൊണ്ട് നിനക്ക് ആരും ഇല്ലാത്തപ്പോൾ ഇത് പറഞ്ഞെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞാൽ ഒരു ആശ്വാസം കിട്ടും. അങ്ങനെ ഉള്ളപ്പോൾ നീ അപ്പായോടല്ലാതെ വേറെ ആരോടും പറയരുത്. കാര്യം അപ്പായാണ് ഹൃദയത്തിലുള്ളത്. അതുകൊണ്ടാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് പറയണത്. അപ്പായോട് പറഞ്ഞെന്നാണ് ഈ പറയണത്. മറിയം ആ സങ്കടങ്ങൾ ദൈവത്തോട് പറഞ്ഞു, അതിനാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്ന് പറയണത്. നാട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സഹാനുഭൂതി നിനക്ക് കിട്ടത്തില്ലേ? അതപ്പം പ്രസാദപരം ചോർന്നു പോകും. അതാ ഇന്ധനം ചോർച്ചെന്ന് പറയണത്. അപ്പോൾ കണ്ട സ്ഥലത്ത് ഇറക്കേണ്ടി വരും, യാത്ര മുന്നോട്ട് പോകത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനം പാലിക്കാൻ, സുവിശേഷ സാക്ഷ്യത്തിനായി ഞാൻ ഏറ്റെടുക്കുന്ന സഹനങ്ങള് നിന്നോടുള്ള സ്നേഹത്തിന്റെ വിഷയമായതിനാൽ നിന്നോട് മാത്രം ഷെയർ ചെയ്യാൻ പരിശുദ്ധ അമ്മയെപ്പോലെ എന്നെ അഭ്യസിപ്പിക്കണമേ. അതായത് ഇപ്പൊ ഈശോ ഒരിക്കൽ പറഞ്ഞില്ലേ, ഈശോ എന്താ പറഞ്ഞേ? അതായത് സ്നേഹത്തിന് വേണ്ടി അല്ലേ? 15:13 യോഹന്നാൻ 15:13 ശ്രുതികട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 15:13 സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. ഇത് ഈശോ ചുമ്മാ അതായത് വേറെ ഒരു കാര്യമായിട്ട് നിന്ന്. ഇപ്പം ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഈ നല്ല സമറിയക്കാരനെ
ആ കഥ നിങ്ങൾക്ക് അറിയാവില്ല, ലുക്ക 10-ാം അധ്യായത്തിലുള്ള ആ കഥയിൽ എന്താ പറയണത്? നല്ല സമറിയക്കാരൻ, അയാൾ ഒരു മനുഷ്യൻ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോകുന്ന വഴിക്ക് കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അതിനെ മൃതപ്രായനാക്കി പൈസ അടിച്ചു മാറ്റി. അപ്പോൾ ഒരു സമറിയക്കാരൻ വന്ന് ഇയാളെ എണ്ണയും വീഞ്ഞ് ചോദിച്ചാൽ വ്രണങ്ങളെല്ലാം കഴുകി കഴുതപ്പുറത്ത് കയറ്റി സത്തത്തിൽ കൊണ്ടുപോയി പരിചരിച്ചതാണ് സംഭവം. അപ്പോൾ അതിൻ്റെ കൂടെ പറയാൻ പറ്റുന്നൊരു കഥയാണ് സ്നേഹത്തിന് വേണ്ടി ജീവൻ പരിഹരിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് വേണേൽ പറയാം. അവിടെ അത് പറയാനായിട്ടില്ല, എന്നാലും ആ ഒരു സിറ്റുവേഷനിൽ പറയാൻ പറ്റിയൊരു വാചകമാണ്. കാര്യം സ്നേഹത്തെക്കുറിച്ചാണ് ഈശോ സംസാരിക്കുന്നത്. പക്ഷേ ഈശോയുടെ ഉള്ളിൽ നടക്കുന്ന ആന്തരിക വ്യാപാരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ആന്തരിക വ്യാപാരം പുറത്ത് നടന്നൊരു സംഭവത്തിൻ്റെ ഭാഗമായിട്ടല്ല ഈ 15-10 ഒന്നൊരു വായിച്ച്, അതിൻ്റെ മുകളിലും താഴെ ഒന്ന് വായിച്ച് 15-12 15-14 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 15-12 മുതലുള്ള തിരുവചനങ്ങൾ. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. ഇതിന്റെ ഇനി പറയണ 15-13 പറയണ എന്താ? സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹം ഇല്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇതിന്റെ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടതിന്റെ പിന്നിലെ എന്താണ് സത്യം എന്താണെന്ന് ഈശോ പറയാം. അതാണ് എന്താണ്? നിങ്ങൾ എൻ്റെ കൽപ്പനകൾ വായിച്ച് 15-12 വായിച്ച്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? അതായത് 2 കാര്യങ്ങളാണ്. അറിവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയുണ്ട്, അനുഭവത്തിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയുണ്ട്. ഈ അറിവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോയിൻ്റ് മിസ് ചെയ്യരുത് നിങ്ങൾ. അറിവിൽ അധിഷ്ഠിതമായ ആധ്യാത്മികതയിൽ എന്താ ഉള്ളത്? അതായത് ഈശോ നമ്മളെ ഈശോ പറഞ്ഞു നോക്കണത് എന്താണ്? ഞാനിങ്ങനെ ക്രൂശിക്കപ്പെടാനുള്ള കാരണവും നിങ്ങളുടെ പാപത്തിന് പരിഹാരം ചെയ്യാനുള്ള കാരണത്തിൻ്റെ എന്താ കാരണം? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതാണ് വിഷയം. അപ്പോഴേ നമ്മളെ ഉടമ്പടിയിലൂടെ നേടിയെടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? സ്നേഹമാണ്. ശരിക്കും പറഞ്ഞാൽ മനസ്സിലായില്ലേ? ആരോടുള്ള സ്നേഹം? ഈശോ നമ്മളെ സ്നേഹിക്കുന്ന കാരണം എന്താ? ഈശോ നമ്മളെ സ്നേഹിക്കാനുള്ള കാരണം പിതാവ് ഈശോനെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അതാണ് എൻ്റെ അത് റെക്കറ്റ്. അതായത് അത് അറിയണമെങ്കിലുണ്ടല്ലോ, നിങ്ങൾ 10-17 എടുത്തേ. അതായത് യോഹന്നാന്റെ 10-17. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഈശോ അനുഭവിച്ച ഒരു അനുഭവം. നിങ്ങൾ എന്ത് IELTS പാസ്സായാലും, ജപ്തി നടപടി മാറിയാലും, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഉണ്ടായാലും, നിങ്ങൾ കല്യാണം കഴിച്ചാലും, നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തെ ലക്ഷ്യമായിട്ട് സിംഗിളായിരിക്കണം. നിങ്ങൾക്ക് പലപ്പോഴും ഈ വസ്തുവകളിൽ നേടിക്കഴിയുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യം അതിനകത്ത് തീരും. പറഞ്ഞു മനസ്സിലായില്ലേ? അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഉടമ്പടി ചെയ്യുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഒരു അബദ്ധം, അവിടെ നിയോഗങ്ങളാണ് അവിടെ ലക്ഷ്യം. പക്ഷേ ദൈവത്തിൻ്റെ ലക്ഷ്യം നിങ്ങളുടെ നിയോഗമല്ല. ദൈവത്തിൻ്റെ ലക്ഷ്യം എന്താ? അതായത് നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഉടമ്പടിയുടെ എന്തിനാണ് ഉടമ്പടി എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെന്ന് പറയണം? നിങ്ങൾ എന്തെന്ന് പറയണം? ദൈവത്തെ. അതാണ് വിഷയം. അതാണ് ലക്ഷ്യം സിംഗിളാകണത്. അതായത് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് സിംഗിളായിരിക്കണം. 2 ആയിട്ട്. ഇപ്പോൾ ചില ആൾക്കാർ കാണത്തില്ലേ, ചില ആൾക്കാർ എൻ്റെ കണ്ണെ തൊട്ടൊന്ന് പ്രാർത്ഥിച്ച്, എന്ത് പറ്റി? എനിക്ക് ഡബിൾ വിഷനാണെന്ന്. ഒരാളെ 2 ആയിട്ട് കാണുമെന്ന്, ഒരാളെ 2 ആയിട്ട് കാണും. അതാണ് ഡബിൾ വിഷൻ. അപ്പോൾ അതുപോലെ നമ്മൾ ഈ 2 ആയിട്ട് കാണരുത്. നിങ്ങളെ ലക്ഷ്യം, നിങ്ങളുടെ നിയോഗത്തിൽ എടുത്തിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന്, അതിനാണ് ഈ അമിത പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ ദൈവം അതിന് അമിത പ്രാധാന്യം കൊടുക്കുന്ന കാഴ്ചപ്പാടല്ല. പിന്നെന്താണ് ഈ 10-17 സംഭവിക്കുന്നത്? കാര്യം ഒന്ന് വായിച്ചേ. 10-17. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. അപ്പം പിതാവ് നമ്മളെ സ്നേഹിക്കുന്ന ഒരു
വീക്ഷണകോണുണ്ട്. പിതാവ് നമ്മളെ സ്നേഹിക്കണം. അതെന്താണ്? അതായത് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്ന കൊണ്ടാണ് പിതാവ് എന്നെ സ്നേഹിക്കുന്നത്. അപ്പം നമ്മൾ ദൈവത്തെ പ്രതി സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായാൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ദൈവത്തെ പ്രതി മനുഷ്യരെയും ദൈവത്തിന് മനുഷ്യരുടെ മുമ്പിലെ ഒരു വിശ്വാസം ഉണ്ടാകാൻ വേണ്ടി ദൈവത്തോടെ സ്നേഹത്തെ പ്രതി നമ്മൾ സാക്ഷ്യം വഹിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് പിതാവ് നമ്മളെ സ്നേഹിക്കും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ നിയോഗങ്ങൾ ഓക്കെയാണ്. പക്ഷേ നിയോഗങ്ങളെ നിങ്ങൾ ഉടമ്പടി വെക്കുമ്പോഴും ഈ നിയോഗങ്ങൾ ശരിക്കും, അതായത് പുള്ളിങ് ഇല്ല. ശരിക്കും പറഞ്ഞാൽ, അതായത് വണ്ടി വലിക്കണില്ല എന്ന് പറയത്തില്ലേ? ഇപ്പം ചില വണ്ടിയൊക്കെ ആയിരിക്കുമ്പോൾ പറയല്ല. ഞാൻ വണ്ടി മാറി കയറുമ്പോൾ ഞാൻ പറയും ഈ വണ്ടി വലിക്കണില്ലല്ലോ എന്ന് പറയും. അതിന് പുള്ളിങ് ഇല്ലെന്ന് പറയും. എഞ്ചിൻ ഈ സാധനം വലിക്കണില്ല. ഭയങ്കര നമ്മൾ ഏതാണ്ട് ഇങ്ങനെ ലാഗ് ചെയ്യണ പോലെ തോന്നും. ഉടമ്പടി ലാഗിങ് വരുന്നുണ്ട്. ചില ആൾക്കാർക്കെങ്കിലും ഉടമ്പടി വല്ലാതെ രീതിയിൽ താമസിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം നിയോഗങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുത്തിട്ട് അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പം എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ 10-17 ഇതിൻ്റെ ഒരു ഫോർമുല കിടക്കുന്നത്. എന്താണ്? പിതാവ് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ സമർപ്പിക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ജീവൻ സമർപ്പിക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. അപ്പം പിതാവ് എന്നെ സ്നേഹിക്കുന്ന ഒരു ഗ്രൗണ്ടേ ഉള്ളൂ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പിതാവ് നമ്മളെ സ്നേഹിക്കാൻ, ദൈവം നമ്മളെ സ്നേഹിക്കാൻ ബൈബിളിൽ ഒരു സിംഗിൾ ഗ്രൗണ്ടേ ഉള്ളൂ. ക്രിസ്തുവിന് പോലും അതേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണ്? തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നത് കൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. കർത്താവിന് വേണ്ടിയും വചനത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ കഷ്ടപ്പെട്ടും തെരുകേട്ടും തന്തക്കുവിളി കേട്ടും കർത്താവിന് വേണ്ടി ജീവിക്കാൻ തീരുമാനിച്ചാൽ മാത്രമേ ഈ ഇങ്ങോട്ടുള്ള പിടുത്തം വരത്തുള്ളൂ. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അതാണ് ഇതിൻ്റെ അകത്തുള്ള ഒരു അതായത് നിഗൂഢമായ പോയിൻ്റ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ജർമ്മനി പോകണം പറഞ്ഞ് മാത്രം ഇരുന്നാൽ ഈ സാധനം വളരെ സ്ലോ ആയിരിക്കും, പുള്ളി കിട്ടത്തില്ല. മറിച്ച് സുവിശേഷത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കണം എന്ന് പറഞ്ഞിരുന്നാൽ ഈ സാധനം മൂവാകും. നമ്മുടെ ഈ സമീപനത്തിന് വരുന്ന പ്രശ്നമാണ്. ഉടമ്പടി പക്കയാണ്, പക്ഷേ അത് കയറി ആവശ്യമില്ലാത്തൊരു കയറി ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതാണ് കുഴപ്പം. ആവശ്യമില്ലാത്തവരെന്ന് പറഞ്ഞാൽ എന്താണ്? വയറ്റിപ്പഴുപ്പ് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്ക് ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമൊക്കെ ഉള്ളതെല്ലാം അറിയേണ്ടത്. അവർക്ക് എങ്ങനെയെങ്കിലും കാര്യം സാധിച്ചാൽ മതിയെന്നുള്ള ചിന്ത വന്നാൽ ഉടമ്പടി സ്ലോ ചെയ്യാൻ സാധ്യതയുണ്ട്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എന്റെ നിയോഗങ്ങളെക്കാൾ അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നത് സാക്ഷ്യം വഹിക്കുന്നത് നിയോഗമാക്കിക്കൊണ്ട് ഉടമ്പടിയെ ലക്ഷ്യങ്ങളെ ത്വരിതപ്പെടുത്തുവാൻ എന്നെ പഠിപ്പിക്കണമേ. ശ്രദ്ധിക്കട്ടെ. അതായത് ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ളതിന് പ്രാധാന്യം കിട്ടിയാൽ ഉടമ്പടി ഓട്ടോമാറ്റിക്കലി ലിഫ്റ്റ് ചെയ്യും. എബിൻ്റെ സാക്ഷ്യം കുറിച്ച് ചെയ്യുന്ന ചങ്ങനാശ്ശേരി. ഇപ്പോൾ എബിൻ എന്ന് പറയുന്നത് എബവ് ആവറേജ് കാത്തലിക്കാണ്. കുടുംബ പ്രാർത്ഥനയുണ്ട്, കുമ്പസാരമുണ്ട്, കൗദാശ ജീവിതമുണ്ട്, പള്ളിപ്രവർത്തനങ്ങളുണ്ട്, എല്ലാം ഉള്ളൊരാളാണ്. അപ്പോൾ ഈ ഉടമ്പടിയെക്കുറിച്ചൊക്കെ കേട്ടപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ പെട്ടെന്നൊരു ആകർഷണം തോന്നിയില്ല. കാര്യം എന്താ വെച്ചാൽ പുള്ളി സെൽഫ് കണ്ടൻറ്റഡാണ്. കാര്യം ഞാൻ നന്നായിട്ട് ജീവിക്കുന്നുണ്ട്, ദൈവമായിട്ട് നല്ല ധാരണയിലെത്തിയിട്ടുണ്ട്, ദൈവത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്,
നല്ല പ്രാർത്ഥനാ ജീവിതമുണ്ട്, പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴായാലും ദൈവം എന്നെ സഹായിച്ചോളൂ. അതുകൊണ്ടാണ് ചില ആൾക്കാർ ഉടമ്പടിയിൽ ഇങ്ങനെ അറച്ചിരിക്കുന്നതിൻ്റെ കാരണം. പിന്നെ പ്രത്യേകിച്ച് എന്താ ഉടമ്പടിയിലുള്ളതെന്നുള്ളതാണ് ചിലർ ചോദിക്കുന്നത്. പക്ഷേ ജോലി കാര്യങ്ങൾ, പുള്ളി ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറാണ്. പക്ഷേ ജോലി കണ്ട അത്രയ്ക്ക് നാട്ടിലെ ജോലി അങ്ങനെ ഒക്കണില്ല. ആ പുള്ളിക്ക് തോന്നി ശരി എന്നാൽ UAE പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അദ്ദേഹം UAE പോയി. അവിടെ 6 മാസം ഓരോരോ കമ്പനികളിൽ ജോലി അന്വേഷിച്ചും അതിൻ്റെ റെസ്യൂം കൊടുത്തും ഇൻ്റർവ്യൂവിന് പോയും. അപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമുക്ക് 1-2 ഇൻ്റർവ്യൂ കഴിയുമ്പോൾ അങ്ങനെ കുറേ അപ്പോൾ ആൾക്കാർ വരെ പറയും സാരമില്ല 6 മാസമൊക്കെ ഇൻ്റർവ്യൂവിന് പോകേണ്ടി വരും, ഒരു 10-50 കമ്പനി പോയാലേ നമുക്ക് ഒരു കമ്പനി ഒക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആശ്വസിപ്പിച്ചൊക്കെ നിൽക്കും. പക്ഷെ ഒരു ടൈം കഴിയുമ്പോൾ നമ്മുടെ കൈ വിട്ടു പോകും. എന്താണ്? നമ്മൾ തിരിച്ചറിയും നമ്മൾ ആർക്കും വേണ്ട, നമ്മുടെ ജീവിതം ഇങ്ങനെ നിന്ന് കുലച്ചു പോകുകയുള്ളൂ, നമ്മളീ പറഞ്ഞതൊക്കെ വെറുതെയാണ്. ഞാനിങ്ങനെ എനിക്ക് ജോലി കിട്ടാമെന്ന് എന്ത് ചെയ്യും? ജോലി കിട്ടിയാൽ പിന്നെ പെണ്ണ് കിട്ടത്തില്ല, പിന്നെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, പിന്നെ കുടുംബ ജീവിതമില്ല. അതൊന്നും പുള്ളി പെട്ടെന്ന് വിറച്ചു പോയി. ജീവിതത്തിൻ്റെ യഥാർത്ഥ മുഖം കണ്ടാൽ പെട്ടെന്ന് നമ്മൾ വിറക്കുമല്ല. പുള്ളി ഉടനെ തിരിച്ചു പോന്നിട്ട് നാട്ടിൻപുറത്തുള്ള ജോലി അന്വേഷിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നാട്ടിൻപുറത്ത് ജോലി അന്വേഷിക്കാനും പുള്ളിക്ക് കിട്ടണില്ല. അപ്പോഴങ്ങ് ആരോ പറഞ്ഞത്, അമ്മ പറഞ്ഞടാ നീ പോയി ഒരു ഉടമ്പടി എടുക്കാൻ പറഞ്ഞ്. എബിൻ വന്ന് ഉടമ്പടി എടുത്ത്. അപ്പോൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടി പ്രത്യേകിച്ച് സാധാരണ നല്ല ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്ന ഒരാളിന് ഉടമ്പടി പ്രത്യേകിച്ചൊന്നുമില്ല, അത് തന്നെ ഫോളോ ചെയ്താൽ മതി. പക്ഷേ അതിൻ്റെ അകത്ത് ചില കാര്യങ്ങൾ പ്രത്യേകിച്ചുണ്ട്. അത് പക്ഷേ ഇവർക്ക് ഈ നാട്ടു ക്രിസ്ത്യാനിക്ക് നടക്കത്തുമില്ല. ഉടമ്പടി പ്രത്യേകിച്ച് സംഭവമുണ്ട്, അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേക അനുഗ്രഹമൊക്കെ വേണം. അത് നാട്ടു ക്രിസ്ത്യാനി ഇപ്പോൾ ഞാൻ നല്ലവണ്ണം ഞങ്ങളുടെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഉണ്ട്, ഞങ്ങൾക്ക് കാറ്റഗിസത്തുണ്ട്, എനിക്ക് കാറ്റഗിസം റാങ്ക് കിട്ടിയ ആളാണ്, ഞങ്ങളുടെ കുടുംബത്തിലെ പാരമ്പര്യമായുള്ള നല്ല കത്തോലിക്കരാണ് എന്നൊക്കെ പറയുന്നവർക്ക് ഉടമ്പടിയുടെ ചില കാര്യങ്ങൾ ചെയ്യാൻ ഈ ജന്മം പോരാതെ വരും. അതാണ് വിഷയം. നമ്മൾ അറിയത്തില്ല സംഭവം. അതായത് ഇവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുകയാണ്. ഒരു ശരാശരി കത്തോലിക്കൻ ചെയ്യണത് 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ. പക്ഷേ ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബാക്കിൽ ഒറ്റ ചോദ്യത്തിന് 20 മാർക്കിൻ്റെ 40 മാർക്കിൻ്റെയും ചോദ്യം കിടപ്പുണ്ട്. അത് എഴുതാൻ പറ്റത്തില്ല. അത് എഴുതണമെങ്കിലേ അപ്പം മാത്രമേ നമ്മുടെ കള്ളനും വെള്ളി നീ കറക്റ്റ് ആളാണ് കർത്താവിൻ്റെ അല്ലേന്ന് അറിയത്തുള്ളൂ. ആൾക്കാർ എഴുതണതൊക്കെ ചോദ്യം 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ചോദ്യമൊക്കെ ചുമ്മാ കണ്ണും പൊട്ടി കറക്കി കുത്തി എഴുതിക്കും. പക്ഷേ അതിൻ്റെ അപ്പുറത്തുള്ളൊരു 40 മാർക്കിൻ്റെ ചോദ്യമുണ്ട്, അത് എഴുതാൻ പാടാണ്. അത് എഴുതുന്ന ആൾക്കാരാണ് ഈ അടിച്ച ഉടമ്പടിയുടെ അനുഗ്രഹം ചോദിച്ചുകൊണ്ട് പോകണം. അത് ഇവിടുന്ന് ഓടിക്കളയുന്ന ആൾക്കാർ കിട്ടിയെന്ന് പറഞ്ഞ് ഉടനെ എന്താ അവർക്കറിയാം. അവരോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇന്ന കളത്തിലാണ് സമ്മാനം ഇരിക്കണമെന്ന്. ഇന്ന കളത്തിലാണ് സമ്മാനം ഇരിക്കണമെന്നുള്ളത് രഹസ്യമായി അത് ദൈവമായിട്ടൊരു ഇഷ്ടത്തിന് പുറത്ത് കൈമാറുന്ന രഹസ്യങ്ങളാണ്. നമുക്ക് ദൈവത്തോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് ദൈവത്തിന് നമ്മളോട് ഇഷ്ടമുണ്ടാകണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ ഇന്നുവരെ അങ്ങനെ കണ്ടിട്ടില്ല ആൾക്കാരെ. നമുക്ക് പൊരിഞ്ഞ സ്നേഹമായിരിക്കും ദൈവത്തോട്. പക്ഷേ അവിടെ കോളങ്ങൾ ഫില്ല് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അവർക്ക് ദൈവത്തിന് അവരോട് ഇഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം ദൈവത്തിന് നമ്മളോട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും. നമുക്ക് ദൈവത്തോട് ഇഷ്ടമാണെന്നുള്ളത് നമ്മളെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യണതും ജീവിക്കണതും വിശുദ്ധിയോടെ ജീവിക്കണം എല്ലാം കറക്റ്റാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ദൈവത്തിന് നമ്മളൊരു പ്രത്യേക സ്നേഹം ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതൊക്കെ നിൻ്റെ കടമയാണെന്ന് പറയും. അല്ലെങ്കിൽ നിൻ്റെ കടമയാണെന്ന് പറയും. നീ അത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ, നീ അത് സാറ്റിസ്ഫൈ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നീ ചെയ്യണം. അത് നിൻ്റെ കടമയാണ്. അതുകൊണ്ട് ദൈവത്തിനൊരു പ്രത്യേക സ്നേഹം നമ്മോട് തോന്നണമെന്നില്ല. അതാണ് അതിൻ്റെ കടമയാണെന്ന് പറയുന്ന ഭാഗമില്ല. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ് 17:10 എടുത്ത് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 17:10 ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. നിത്യത എന്ന് പറയുന്ന സമ്മാനം കൈപ്പറ്റുന്നതിന് വേണ്ടി നമ്മൾ കുറച്ച് കടമകൾ നിർവഹിക്കാനുണ്ട്. ആ നിത്യതയ്ക്ക് വേണ്ടിയുള്ള നമ്മളുടെ അഡ്വാൻസ് ഗിവിംഗ് ആണ്, അതിൻ്റെ വില കൊടുക്കുന്നതാണ്. അതെന്താ? കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം, വിശുദ്ധിയോടെയും സ്നേഹത്തോടെ ജീവിക്കണം. അതൊക്കെ നിങ്ങൾ ചെയ്താലും ഉടമ്പടി വരുന്ന അത്രയും പ്രയോജനം അതുകൊണ്ട് ഉണ്ടാകത്തില്ല. അത് കാര്യം അതൊക്കെ മേലാണ്. അതൊക്കെ നിർവഹിക്കുന്നത് അടിത്തറ വേണം. അത് ഉപേക്ഷിക്കാതെ തന്നെ നീ മറ്റവ ചെയ്യേണ്ടതായിരുന്നു ഈശോ പറയണില്ലേ?
അത് ഈശോയുടെ നിലപാട്. പാരമ്പര്യമായിട്ടുള്ള ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത് എന്താണ്? അത് ഉപേക്ഷിക്കാമെന്നല്ല ഈശോ പറയണത്. അത് ഉപേക്ഷിക്കാതെ തന്നെ നീ മറ്റത്. അപ്പോൾ മറ്റൊരു സംഭവം, അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കാതെ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ലൂക്ക 11:42. ലൂക്ക 11:42. ഫരീസേരെ നിങ്ങൾക്ക് ദുരിതം, പരിസരേ നിങ്ങൾക്ക് ദുരിതം, എന്തെന്നാൽ നിങ്ങൾ അരുതയുടെയും തുളസിയുടെയും മറ്റെല്ലാ ചെടികളുടെയും ദശാംശം കൊടുക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ നീതിയും സ്നേഹവും നിങ്ങൾ അവഗണിച്ചു കളയുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. അപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ട്രഡീഷണലായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും അവഗണിക്കരുത്. പക്ഷെ അതുമാത്രം ചെയ്തുകൊണ്ട് ഒരു സ്പെഷ്യൽ പാക്കേജിനെ അഭിമുഖീകരിക്കാൻ പാടായിരിക്കും. അതാണ് എബിന് പറ്റുന്ന അബദ്ധം. എബിൻ പറയണത് ഞാനിതെല്ലാം ഓക്കെ ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് ദൈവം എന്നെ സഹായിക്കുമല്ലോ എന്ന് വിചാരിച്ചതിന്. പക്ഷേ ദൈവത്തിനൊരു പ്രശ്നമുള്ളത്, അതായത് നമ്മൾ വളരണമെന്നുള്ള ഒരു വലിയ ചാലഞ്ച് ദൈവ മനസ്സിലുണ്ട്. നമ്മൾ വളരണം. അതിന് ഈശോ വളരണമെന്നല്ല പറയണത്. ഈശോ പറയണത് 5:48 വായിച്ച്, മത്തായിയുടെ സുവിശേഷം 5:48 വായിച്ച്, 48, 49 ശ്രുതികട്ടെ. ഹല്ലേലൂയ. മത്തായി 5:48. 5:48. അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. പരിപൂർണതയിലേക്കുള്ള വളർച്ചയുണ്ട്. ശരിക്കും ആ പരിപൂർണതയ്ക്ക് വളർച്ച ഉണ്ടെങ്കിൽ സ്പെഷ്യൽ അസൈൻമെൻറ്റ് ചെയ്യേണ്ടി വരും. ദൈവത്തിലേക്കുള്ള വളർച്ച ഉള്ളത്, അതാണ് ബൈബിൾ ഉയർത്തുന്ന ഒരു ചാലഞ്ച്. അതാണ്. അപ്പം ട്രഡീഷണലായിട്ട് നമ്മളോട് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മൾ മരിക്കത്തില്ല. ഇപ്പോൾ ഒരു ചെടി വളരുന്നില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? തളരുന്നു എന്നാണ്. വളരാതെ നിൽക്കുന്ന ഒരു, ഇപ്പോൾ ഇതില്ലേ ഈ മഴക്കാലത്തൊക്കെ മുരടിച്ച് നിൽക്കണമെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹെവി ഡൗൺ പോറല്ലേ, ഭയങ്കര മഴ പെയ്ത്താകുന്ന സമയത്ത് ചെടികൾ വളരത്തില്ല, എന്നാൽ പഴുത്ത താഴെ വീഴത്തുമില്ല, ഇങ്ങനെ മുരടിച്ച് നിൽക്കും അല്ലേ. അപ്പോൾ ജൂൺ ജൂലൈ ആഗസ്റ്റൊക്കെ കഴിയുമ്പോൾ മാത്രമേ പിന്നെ പുതിയ ഇലയൊക്കെ വന്ന് വരത്തുള്ളൂ. അപ്പോൾ വളർച്ചയുമില്ല തളർച്ചയുമില്ലാത്ത രീതിയിൽ നിൽക്കും. അപ്പോൾ ദൈവം ഉദ്ദേശിക്കുന്നത് അങ്ങനെയല്ല, വളർച്ച ഉണ്ടാകണം. ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ്. അതാണ് 5:19 പറയണത്, 5:49 പറയണത്. എൻ്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും ഡേ ബൈ ഡേ പരിപൂർണതയിലേക്ക് വളരണം. അപ്പോൾ പരിപൂർണതയ്ക്ക് വളരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എക്സ്ട്രാ ട്രഡീഷണൽ ആക്ടിവിറ്റീസ് വരുന്നത്. എക്സ്ട്രാ ട്രഡീഷണൽ ആക്ടിവിറ്റീസ്, ഇപ്പോൾ ഉടമ്പടി അതാണ്, അവിടെയാണ് പ്ലേസ്മെൻറ്റ്. ഉടമ്പടിയിൽ എക്സ്ട്രാ ട്രഡീഷണൽ ആക്ടിവിറ്റീസ് ഉണ്ട്, പാരമ്പര്യത്തേക്കാൾ വ്യത്യസ്തമായിട്ടുള്ള ആക്ടിവിറ്റി. അതെന്താണെന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താണെന്ന് അത് ചെയ്യാൻ 40 മാർക്കിൻ്റെ ചോദ്യമാണത്. അത് എബിനെ സംബന്ധിച്ച് അത് ചെയ്യണില്ല. കാര്യം ഇവൻ ഉടമ്പടി എടുത്തിട്ട്, അങ്ങനെ ചെയ്യാത്തൊരു ഉടമ്പടി എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. എബിൻ ഉടമ്പടി എടുത്തതാണ്. എബിൻ ഇതെല്ലാം കേട്ടിട്ട് ഇതെല്ലാം പരാജയപ്പെട്ടിട്ട് പിന്നെ വന്ന് ഉടമ്പടി എടുത്ത ആളാണ്. ഉടമ്പടി എടുത്തിട്ട് ഈ 2-3 മാസമായിട്ട് വർക്ക് ചെയ്യണില്ല, ആരും വിളിക്കണമില്ല, തിരക്കണമില്ല, CV ചോദിക്കണില്ല, ഇൻ്റർവ്യൂ ഇല്ല, ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അവൻ ചോദിച്ചു, ഉടമ്പടി എടുത്തിട്ടും എനിക്കെന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഉടമ്പടി എടുത്തിട്ടും എനിക്കെന്ത് പറ്റി? അതാണ് അവൻ്റെ ചോദ്യം. ഉടമ്പടി എടുത്തിട്ടും എനിക്കെന്ത് പറ്റി? എന്നെ ആരും വിളിക്കണില്ല, എനിക്ക് ഇൻ്റർവ്യൂ ഇല്ല, ഞാൻ പഴയതുപോലെ തന്നെ പോവുകയാണ്. അപ്പോഴവൻ കർത്താവിന് മുമ്പിൽ കരഞ്ഞു, കർത്താവേ എൻ്റെ ജീവിതം പെട്ടുപോയോ? ഞാൻ കുഞ്ഞുനാൾ പോലും നീയായിട്ട് ജീവിക്കുന്ന ആളാണല്ലോ, എൻ്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് ഇല്ലാതെ ഞാൻ എങ്ങനെ സാധാരണയേക്കാൾ ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച് ജീവിച്ച് വിശ്വാസത്തിൽ പോകുന്ന ആളാണ്, ശരിക്കും ജീവിതമില്ലാതായി പോവുക കർത്താവേ എന്ന് ഇവൻ കണ്ണീരോടെ കർത്താവിനെ മുമ്പിൽ ചോദിച്ചു. അന്ന് രാത്രി ഒരു സംഭവം നടന്നു. ഈ ഹൃദയം ഇളക്കി ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പതറി ചോദിക്കത്തില്ലേ? അപ്പം ദൈവം മറുപടി പറയും. അത് ഒരു സംശയമില്ല കാര്യത്തിൽ. നമ്മൾ ഇത്രൂടി ഓക്കെ ആണെന്നുണ്ടെങ്കിലുണ്ടല്ലോ ദൈവം 2 മറുപടി പറയും. അപ്പോൾ ഉടനെ എബിനിങ്ങനെ മുട്ട നിൽക്കുന്നു, ഞാൻ കുരിശ് വാഴ്ത്തി എബിന് കൊടുക്കുന്നു. അതാണ് ഇവൻ സ്വപ്നം കാണുന്നത്. അപ്പോൾ അവൻ മനസ്സിലാക്കി അച്ഛനെ പോയി കാണാനായിരിക്കും ഈശോ പറയണമെന്ന്. അപ്പോൾ എന്നാ ചെയ്ത് അച്ഛനെ പോയി കാണാൻ വേണ്ടി ഇവിടെ പുതുക്കിയപ്പോഴാണ് അവിടെ ചോദ്യവും പറച്ചിലൊക്കെ ആയി. പുതുക്കുമ്പോൾ എന്താ ചോദിച്ചത്? നീ പത്രം ആർക്കാണ് കൊടുത്തതെന്ന് ചോദിക്കും. ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം വിശ്വാസ കൈമാറ്റമാണല്ലോ. അപ്പോൾ പത്രം കൊടുത്തിരിക്കുന്നത് അപ്പനാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് വിഷയം. അപ്പനാണ് കൊടുത്തിരിക്കുന്നത്, പത്രം കൊടുത്തിരിക്കുന്നത്.
എബിരിയെ പത്രം കൊണ്ട് ഈ ചെറുപ്പക്കാരനായത് കാരണം പത്രം കൊണ്ട് നാട്ടുപുറത്ത് ഇറങ്ങിയ നാട്ടുകാരോ എല്ലാം കൂട്ടുകാരോ എല്ലാം പറയാൻ വിചാരിച്ചുകൊണ്ട് അവനത് ചെയ്തില്ല. അപ്പോൾ നമ്മുടെ വിഷയം, നമ്മൾ എത്ര ട്രഡീഷനാണെന്ന് പറഞ്ഞാലും എത്ര വിശുദ്ധനാണെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ മനസ്സ് ആ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഉള്ള പേയ്മെൻ്റ് എല്ലാം കർത്താവ് നേരിട്ട് നടത്തുന്ന വിഷയങ്ങളായതുകൊണ്ട് അതെല്ലാം വിശ്വാസ കൈമാറ്റത്തിലാണ്. വിശ്വാസ കൈമാറ്റത്തിൽ ചിലപ്പോൾ തന്തക്ക് വിളി കേൾക്കും, തോന്നിവാസം പറയും, ആൾക്കാർ കളിയാക്കും, ആക്ഷേപിക്കും, മുറിവ് പറ്റും, കുറേ തരത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടാകും. ഈ പ്രശ്നങ്ങളൊക്കെ അന്നേ കാളെന്ന് പറഞ്ഞ് കാറി കൂവി നാട്ടുകാരെ വിളിച്ച് ഏൽപ്പിച്ചാൽ അതിന് മാർക്ക് ഉള്ള മാർക്ക് കൂടി പോവുകയും ചെയ്യും. അത് ഹൃദയത്തെ സംഗ്രഹിക്കാനേ പറ്റത്തുള്ളൂ. ആധ്യാത്മിക ജീവിതം വളരെ തന്ത്രപരമായിട്ട് ജീവിക്കേണ്ടതായ ജീവിതമാണ് ശരിക്കും പറഞ്ഞു. അപ്പോൾ ഇവൻ അത് മനസ്സിലാക്കിയിട്ട് പറഞ്ഞ് ഇത് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഇത് ഞാൻ കൊടുത്തോളാം, അടുത്ത പ്രാവശ്യം വരെ ഞാൻ തന്നെ പോയി, ഭയങ്കര പാടുള്ള പരിപാടിയെ എന്നെ സംബന്ധിച്ചിടത്തോ, എന്നാൽ ഞാൻ തന്നെ കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് അവൻ ഇവിടെ വന്ന് അച്ഛനെ കാണുമ്പോഴാണ് ഞാൻ ഈ കുരിശ് കൊടുക്കണത്. അപ്പോൾ 10 ലക്ഷം പരീക്ഷ പ്രാർത്ഥിച്ച കുരിശാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം ഞാൻ ഈ പരീക്ഷക്കാർക്ക് കൊടുക്കുമ്പോൾ അത് പറഞ്ഞേ കൊടുക്കത്തുള്ളൂ. മക്കളെ 2 ലക്ഷം പേര് പ്രാർത്ഥിച്ച കുരിശാണ് മക്കൾക്ക് തരണത്. മക്കൾക്ക് ഇതിൻ്റെ അകത്ത് 0 ഇൻവെസ്റ്റ്മെൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയണത്. കാരണം അവരെല്ലാം 16 വയസ്സ് 17 വയസ്സൊക്കെ, അവർക്ക് വലിയ അറിവൊന്നുമില്ലല്ലോ. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, മക്കൾ ഈ സമയത്ത് വിശ്വപ്രമാണം ചെല്ലണം, ഈശോനെ കൈ തരുന്നതാണ്, നിങ്ങൾക്ക് പറ്റാത്ത 2 കാര്യങ്ങൾ ഈശോയോട് പറയണമെന്നൊക്കെ പറയും. നിങ്ങളോട് വല്ല മുതിർന്നവരോട് ഞാനത് പറയത്തില്ല, പിള്ളേരോടൊക്കെയാണ് പറയത്തുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന പ്രാർത്ഥന ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്, അതിൻ്റെ അർത്ഥം ഇതാണ്, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയേണ്ടത്, അതൊക്കെ പിള്ളേരോട് പറയും. കാര്യം എന്താണ്, അവർക്ക് നിങ്ങളോട് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ കാര്യം മനസ്സിലാക്കി അവരെ ചെയ്തോളൂ ഭംഗിയായിട്ട്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞ് ആ കുരിശ് കിട്ടിയ രാത്രി പെട്ടെന്ന് UAE നിന്ന് അവനെ വിളിച്ചു. അതാണ് തടസ്സം, അതാണ് തടസ്സം മാറണമെന്ന് പറയണത്. ഇവൻ ഇവിടെ തീരുമാനം എടുത്തത് എന്താണ്, വിശ്വാസം കൈമാറാൻ തീരുമാനിച്ചു. അതായിരുന്നു അവൻ്റെ പിഴവ്. അതായിരുന്നു ആ തീരുമാനം ഞാൻ തന്നെ കൊടുത്തേക്കാം എന്ന് പറഞ്ഞ് അത് കറക്റ്റ് ചെയ്ത്, അപ്പോൾ ഞാൻ കുരിശ് കൈ കൊടുത്തപ്പോൾ ഈശോ അവൻ്റെ കൈ കിട്ടിയ പോലെയായി. അവൻ അന്ന് രാത്രി അത് വിതിൻ നോ ടൈമാണ്. അതായത് നമ്മളെപ്പോഴും എൻ്റെ മക്കളെ മനസ്സിലാക്കണം, അങ്ങനെ കാലവിളംബം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ നയപരിപാടിയുടെ ഭാഗമല്ല. കാലവിളംബം ഉണ്ടാക്കണം നമ്മളാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 ആരാധന 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 പത്രോസ് 3:9 കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. അപ്പൊ എന്നെ ഗുഡൻസ് പിടികിട്ടില്ലേ? അതൊന്നൊരു വായിച്ചേ, കാലവിളംബം വായിച്ചേ. 2 പത്രോസ് 3:9 കാലവിളംബത്തെക്കുറിച്ച് ചിലർ വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല. അപ്പൊ പ്രഖ്യാപിത നിലപാടിതാണ് കർത്താവിന്റെ. എന്താണ് കാലവിളംബം വരുത്തുന്നത് പോലെ കർത്താവാണ് കാലവിളംബം വരുത്തുന്നതെന്നാണ് നമ്മൾ ധരിച്ചിരിക്കണമെന്നാണ് പറയണത്. കർത്താവാണ് കാലവിളംബം വരുത്തുന്നത്, താമസിപ്പിക്കുന്നത് നമ്മൾ ധരിച്ചു വെച്ചിരിക്കണമെന്നാണ് ഈ പറയണത്. പക്ഷേ എന്ത് പറയാം, നിങ്ങളുടെ ധാരണ തെറ്റാണ്. ദൈവത്തിൻ്റെ പ്രഖ്യാപിത നയപരിപാടികളിൽ കാലവിളംബം ഇല്ല, അങ്ങനൊരു സംഭവം ഇല്ല. പിന്നെന്താ, കർത്താവ് തന്നെ വാഗ്ദാനം പാലിക്കുന്നതിൽ കാലവിളംബം വരുത്തണില്ല. പിന്നെ ആരാണ് കാലവിളംബം വരുത്തുന്നത്? നമ്മൾ ആ വാഗ്ദാനം പ്രാപിക്കാൻ വേണ്ടിയുള്ള പ്രീ റെക്വസിസ്റ്റ് ഉണ്ട്. കർത്താവ് വാഗ്ദാനം പാലിക്കണമെങ്കിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ള പ്രീ റെക്വസിസ്റ്റ് ഉണ്ട്. എന്താണ്? മുൻ ആവശ്യം. കാലവിളംബം കർത്താവ് വരുത്താതിരിക്കാനുള്ള ടെക്നോളജി എന്താണ്? അതിൻ്റെ തന്ത്രം എന്താണ്? അതിൻ്റെ പ്രീ റെക്വസിസ്റ്റ് ഉണ്ട്. അതെന്താണ്? മുൻ ആവശ്യം. എന്താണ്? അനുതാപം. അതാണ് പറയണത്. കേട്ടില്ല നിങ്ങളെ? ഒന്നുകൂടി വായിച്ചത്.
ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ. പോളിഷ് ലാംഗ്വേജാണ്. നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. പച്ചക്ക് പറഞ്ഞാൽ എൻ്റെ പൊന്നുമോളെ പൊന്നുമോനെ അനുദപിക്കാതെ കാലാണ് കിട്ടത്തില്ലെന്നാണ് ഈ പറയണത്. മനസ്സിലായില്ലേ? നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കണമെന്ന്. ദീർഘക്ഷമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം നീണ്ടു പോകുന്നല്ലേ പറഞ്ഞ അർത്ഥം. അനുദപിക്കാതിരുന്നാൽ ഇപ്പോഴുള്ള അഭ്യാസത്തോടെ മുന്നോട്ട് പോയാൽ അനുഗ്രഹം പ്രാപിക്കത്തില്ലെന്നാണ് പച്ചക്ക് പറയണത്. ബൈബിളിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ ബൈബിൾ ഇങ്ങനെ സുഖിപ്പിച്ചേ പറയത്തുള്ളൂ. പക്ഷേ വെടിമരുന്നായിരിക്കും പറയണത്. നിങ്ങൾ കാലവിളംബം കാണിക്കുന്ന ദൈവത്തിൻ്റെ പ്രഖ്യാപിത നടപടിക്രമമല്ല. എത്രയും വേഗം നിങ്ങളെ രക്ഷിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ നിലപാട്. അപ്പോൾ ആ ദൈവത്തിൻ്റെ നിലപാട് രക്ഷിക്കുക എന്നുള്ളതാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അനുഗ്രഹം താമസിക്കണത്? അത് നിങ്ങളുടെ കയ്യിരിപ്പ് കൊണ്ടാണെന്നാണ് ഈ പറയണത്. അതിൻ്റെ താപം നിങ്ങളുടെ വിഷയമാണ്. ദൈവമല്ല അനുദപിക്കേണ്ടത്, നമ്മളല്ലേ അനുദപിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, കർത്താവ് നമ്മുടെ വിഷയത്തിൻ്റെ കാലവിളംബം വീട് കിട്ടണില്ലല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. നന്ദനയുടെ സാക്ഷിയാണ്. നന്ദനയുടെ സാക്ഷി എന്ന് പറഞ്ഞത്, നന്ദന ഒരു പാലായിൽ നിന്ന് നന്ദനയും നന്ദയുടെ അമ്മയും അപ്പനും ആങ്ങളെയും കൂടിയാണ് ഈ സ്റ്റേജിൽ കയറിയിരിക്കുന്നത്. കുടുംബത്തോടെ കയറിയിരിക്കുകയാണ്. അതിനകത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ അങ്ങനെ കയറാൻ കാരണം നന്ദനയുടെ കുറേ വിഷയങ്ങളുണ്ട്. അത് നമ്മൾ സാക്ഷ്യം നല്ല പൊട്ടിപ്പൂരൻ സാക്ഷ്യമാണ്. കാരണം നന്ദന വളരെ അറിവ് ഉള്ള ആളാണ്. ദൈവമായി ഒരു ജൂലൈയിൽ ഉടമ്പടിയെടുത്ത ആളാണ്. ജൂലൈയിൽ ഉടമ്പടിയെടുത്ത ആൾ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 5 ജനുവരി 6 മാസത്തിനുള്ളിൽ കുടുംബം പോയ പോക്കെന്ന് പറഞ്ഞത് ഞെട്ടിപ്പിക്കുന്ന പോക്കാണ് പോയത്. അതായത് ഇവൾക്കാണെങ്കിൽ കേറ്റക്ക് 16 പേരാണ് കേറ്റക്കിന് എഴുതിയത്. ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എഴുതിയിരിക്കുന്നത്. അവൾ മാത്രം തോറ്റു. 1 അല്ല 2 അല്ല 3 അല്ല 3-ാം പ്രാവശ്യം തോറ്റു. അവിടെ കൂടെ എല്ലാവരും ജയിച്ചു. അവളിനി കേട്ടക്കിന് ജയിച്ചാൽ മാത്രമേ ഇനി അവൾക്കൊരു ജീവിതമുള്ളൂ. ഇനി വീടാണെങ്കിൽ അവർ പറയണത് ഞങ്ങളുടെ വീട് സർക്കസ് കുടാമപ്പുര പോലെയാണെന്ന്. എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ മഴയെ പേടിയാണ്. എന്താ കാര്യം? മഴ കാണാൻ സുഖം ഇഷ്ടമാണ് എനിക്ക്, പക്ഷേ മഴ ഞങ്ങളുടെ വീട്ടിൽ വന്ന് വീണ് കഴിഞ്ഞാൽ നേരെ ഞങ്ങളുടെ ചോറ്റുപാത്രത്തിൽ വീഴുമെന്ന് മഴ. അപ്പോൾ അവളുടെ സങ്കടം കണ്ടില്ലേ? വീടില്ലെന്നായി പറയണതേ. നന്നായിട്ട് പറയണുണ്ടല്ലോ, വീടില്ലെന്നാണ് പറയണത്. അപ്പോൾ വീടുമില്ല, ആകപ്പാടെ ആശ്രയിക്കാനുള്ളത് ഇവളുമാണ്. ഇവൾ തോക്കുകയും ചെയ്ത്. അപ്പോൾ ഇങ്ങനെ വളരെ താഴെ കിടക്കുന്ന കുടുംബമാണ് ശരിക്കും. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിനൊക്കെ താഴ്ന്ന സ്ഥലത്തും കൂടിയാണ്. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു ശോകക്കാഴ്ചയാണ് ശരിക്കും. ഒരു ശോകമെന്നോ പറയത്തില്ലേ, ഒരു ശോകക്കാഴ്ച. ഈ ശോകം അമ്മ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യണമെന്ന് അമ്മ ഞെട്ടിപ്പോകും. അതായത് നന്ദന പറയണത്, ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ഉടമ്പടിയെക്കുറിച്ച് മനസ്സിലായി. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെയൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നത്. എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്? ഉടമ്പടി അച്ഛൻ്റെ ധ്യാനം ഞാൻ ശരിക്കും കേൾക്കും. അവൻ പറയണ പോലെ ചെയ്യണതാണ് ഉടമ്പടി എന്ന്. അപ്പോൾ അതാ വിഷയം. അവൻ പറയണ പോലെ ചെയ്യണതാണ് ഉടമ്പടി. അപ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായി. അത്രയും അവൾക്ക് മനസ്സിലായല്ല. പക്ഷേ ആ അറിവല്ല വിഷയം, അറിവിൻ്റെ എക്സിക്യൂഷൻ വിഷയമാണ്. എന്താ കാര്യം? അത് കഴിയുമ്പോൾ അവൻ പറയുന്ന ഒരു കാര്യമാണ്, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. അതുകൊണ്ട് ഞാനെന്ത് ചെയ്ത്, ഞാൻ കുർബാന സ്വീകരിക്കാൻ പറ്റില്ലെങ്കിലും ഞങ്ങളുടെ അമ്മയും മക്കളും എല്ലാം കൂടി ഒരുങ്ങി പള്ളിയിൽ പോകും ഞായറാഴ്ച. അതാണ് വിഷയം. അപ്പോൾ വിഷയം മാറി, സാക്ഷ്യമായി. വിശ്വസിക്കുന്ന കാര്യങ്ങൾ സാക്ഷ്യത്തിലേക്ക് പോവുകയാണ്. എന്ന് പറയും, കുർബാന ഈശോ പരപിതാവ് ഈശോയെ നമുക്ക് തന്നു. നമ്മുടെ പാപത്തിന് പരിഹാരമായി ആ ഈശോയുടെ ശരീരവും രക്തവും വാഴ്ത്തപ്പെടുകയും പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഈശോ വഴി നമുക്ക് ലഭിക്കുകയും ചെയ്യുന്ന കുദാശ എന്ന് ഇവിടെ വരെ പറയണം. അപ്പോൾ 5 മാസം അയാളുടെ ഉടമ്പടിയിലേക്ക് വന്നിട്ട് വിശ്വാസത്തെക്കുറിച്ച് എന്തോരം അറിവാണ്. അതിൻ്റെ താഴെയുള്ള കമൻറ്റ് വായിക്കണം. എൻ്റെ മകളെ, നിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ തങ്കപ്പെട്ട വർത്തമാനം വരണല്ല. ഞങ്ങളൊക്കെ ഇത്ര കാലം കൊണ്ടാണ് ഇത് പഠിച്ചത്, നീ പെട്ടെന്ന് പഠിച്ചല്ല എന്ന്. അതാണ് അറിവിൻ്റെ സുവിശേഷം എന്ന് പറയുന്നത്, അറിവിൻ്റെ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അറിവ് കിട്ടണം. അറിവ് കിട്ടണം, ബോധ്യം കിട്ടണം. ബോധ്യം കിട്ടുമ്പോൾ ആ ബോധ്യമാണ് ജനങ്ങളിലേക്ക് കൊടുക്കുമ്പോൾ. ഈ പത്രം കൊടുക്കുമ്പോൾ പോകുമ്പോൾ പത്രത്തിന് കൂടെ പ്രത്യക്ഷീണ പ്രാർത്ഥന കൊടുക്കും. പിന്നെ പത്രം ആൾക്കാർക്ക് അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ
ഒരു ദിവസം പറഞ്ഞ് അപ്പോൾ അവൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവസ്നേഹത്തിലാണ് ചെയ്യണത്. അപ്പോൾ ദൈവത്തെ സ്നേഹത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ അവളുടെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡേറ്റ്, അപ്പോൾ നമ്മൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമെന്ന് പറയത്തില്ലേ, അപ്പോൾ ഡേറ്റ് നമുക്ക് ദൈവം തരും. എടി മോളെ, ഇന്ന ഡേറ്റ് നിന്നെ സഹായിക്കാൻ സാധ്യതയുണ്ട്, നീ അത് പ്രാർത്ഥനയിൽ കൊടുക്കാൻ പറയും. അപ്പോൾ അവൾ പറയും, അമ്മേ, അപ്പം ഇങ്ങനെ ഒരു വചനമുണ്ടേ, എന്നെ സ്നേഹിക്കുന്നവർ ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തട്ടെ. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, മഹത്വം, ഹല്ലേലൂയ, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. യോഹന്നാൻ 14:21. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും എന്റെ കൽപ്പന സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. അതാണ് വിഷയം. ദൈവത്തിന്, നമ്മൾ ദൈവത്തെ സ്നേഹിക്കണമെന്ന് ദൈവത്തിന് തോന്നണം. ഈ നന്ദനയുടെ കാര്യത്തിൽ 2 പ്രാവശ്യം തോന്നിയത് തോന്നും. അതാണ് വിഷയം. 2 പ്രാവശ്യം തോന്നി ദൈവത്തിന്. അവരുടെ കയ്യാങ്കളി ആ ടൈപ്പാണ്. കർത്താവിന് തോന്നിയത് ആത്മാർത്ഥമായിട്ട് അവരെന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ എന്താ പറയണത്, എന്നെ സ്നേഹിക്കുന്നവർ ഞാൻ എന്നെ തന്നെ, അതാണ് ഡേറ്റ് വരണത്. അപ്പം എന്നതിനോട് പറഞ്ഞ്, നീ അമ്മയുടെ ബർത്ത്ഡേക്ക് അനുഗ്രഹം ചോദിക്കൂ, നിനക്ക് ഞാൻ അനുഗ്രഹം ബർത്ത്ഡേക്ക് വെച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഉടനെ അതുപോലെ ഇവിടെ ദൈവം ചോദിക്കണ അമ്മയുടെ ബർത്ത്ഡേ ആണല്ലോ December 8. അപ്പോൾ എനിക്ക് സന്തോഷത്തോടെ അമ്മയുടെ ബർത്ത്ഡേക്ക് പങ്കെടുക്കാൻ വേണ്ടി എൻ്റെ ലൈഫിന് എന്നെ സഹായിക്കണമെന്ന് പറയും. അതുപോലെ തന്നെ December 8 മുമ്പ് തന്നെ 6-ാം തീയതി ആകുമ്പോൾ തന്നെ ഇവർക്ക് റിസൾട്ട് വരും, അവൾ പാസ്സാകും. അപ്പം എന്താ പ്രശ്നം? അതായത് എൻ്റെ മക്കളെ ഒരു സാധനത്തിനും പഞ്ഞമില്ല. ഫീസ് ചെയ്യുന്ന ഒരു വിഷയത്തിലാണ് നമ്മുടെ വിഷയം. നമ്മൾ കറക്റ്റായിരിക്കണം. ദൈവത്തിന് തോന്നണം നമ്മൾ ദൈവത്തിൻ്റെ ആളാണെന്ന് തോന്നണം. അല്ല സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറന്നാൽ ദൈവം കൈയും കാലും തല്ലി പിടിക്കും, ഒരു സംശയമില്ല. എന്തിനാണ് ഈ പേപ്പട്ടി ഈ വിഷം കെട്ടാൻ വേണ്ടി എൻ്റെ മുമ്പിൽ വന്ന് അഭ്യാസം കാണിക്കുന്നത്? വൈദ്യപ്പഴപ്പിനല്ലേ, ഇറങ്ങിപ്പൊടിയെന്ന് പറയും. അങ്ങനെ അഭ്യാസം കാണിക്കരുത്. നിങ്ങൾ കസിന് കയ്യിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പത്രം കൊടുക്കത്തില്ല. എന്താ കസിന് എൻ്റെ കൂടെ പള്ളി വരുന്നുണ്ട്, അവളെന്നെ തോന്നി പറയും, അതൊരു പത്രം പിന്നെ കൊടുക്കാമെന്ന്. അപ്പോൾ കസിനെ കണ്ടപ്പോൾ സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്നില്ലേ? നീ പിടികൊടുത്തില്ല ദൈവത്തിന്. നിൻ്റെ എല്ലാ ഫ്രോഡ് പരിപാടിയും ദൈവത്തിന് മനസ്സിലായില്ലേ? ദൈവത്തോടുള്ള അടുപ്പവും സ്നേഹവും ഒരു കസിനെ കൊണ്ട് കളയാവുന്നേ ഉള്ളതെങ്കിൽ പിന്നെ നീ എന്തിനാണ് ചമഞ്ഞ് കെട്ടി ക്രിസ്ത്യാനിയായിട്ട് നടക്കണത്? ഇറങ്ങി പൊടിയെന്ന് പറയുന്നു. കാര്യം എന്താ? കാര്യം നിന്നേക്കാൾ വിശ്വാസമുള്ളവർ നിൻ്റെ പുറകെ വരുന്നുണ്ട്. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളാ പാരമ്പര്യ വിശ്വാസികൾ എപ്പോഴും ഒരു അപകട മേഖലയിലാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഈ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരുന്നുണ്ടെങ്കിലും ഇന്ന് വരെ ദൈവത്തിനൊരു പ്രയോജനമില്ല. 10 പൈസക്ക് ആർക്കും ദൈവത്തിന് വേണ്ടി ഒരു വിശ്വാസം കൈമാറിയിട്ടില്ല, ആരോടും വിശ്വാസം കൈമാറിയിട്ടില്ല, ആരോടും ക്രിസ്ത്യനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റസായിട്ട് അങ്ങനെ അണിഞ്ഞ് ചമഞ്ഞ് നടക്കണം എന്നല്ലാതെ കാക്കാസിൻ്റെ ഗുണം ഈ വ്യക്തിയെക്കൊണ്ട് ദൈവത്തിന് ഉണ്ടായിട്ടില്ല. ഒരു അവിശ്വാസിയോട് പോലും നീ വിശ്വാസത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് നീ ദാരിദ്ര്യരേഖയുടെ താഴെ കിടക്കുകയാണ്. ശരിക്കും BPL എന്ന് പറഞ്ഞാൽ ആരാണ്? നീയാണ് BPL. യഥാർത്ഥത്തിൽ ആധ്യാത്മിക മേഖലയിലെ BPL ആണ് നീ. എന്താ കാര്യം? ബിലോ പോവർട്ടി ലൈൻ. കർത്താവിനെ കൈമാറിയിട്ടില്ല. വിശ്വാസം കിട്ടിയിട്ട് 10-40 വർഷങ്ങളാണെങ്കിൽ നീ ഇവിടെ ജീവിച്ചതും പട്ടി ജീവിച്ചതും കണക്കാണ്. പട്ടി 40 വർഷത്തിൽ മരിക്കുന്ന ആളാണ് പട്ടി. നീയും മരിച്ചു. പട്ടിയും കർത്താവിനെ കൈമാറിയില്ല, നീയും കൈമാറിയില്ല. പട്ടിക്ക് കർത്താവിനെ കിട്ടാഞ്ഞിട്ട് കൈമാറാഞ്ഞാണെന്ന് പട്ടിക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റും. നിനക്ക് കർത്താവിനെ കിട്ടിയിട്ട് കൈമാറിയില്ല. ഇത് ഒറ്റ നടക്ക് പോകത്തില്ല മോളെ. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വിശ്വാസം കൈമാറുന്നതിനായി എനിക്ക് കിട്ടുന്ന അവസരങ്ങളെ അപ്പോസ്തലിക ധീരതയോടെ കൈമാറാൻ എന്നെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ആരാധന, ആരാധന, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന.
പിളർന്നതാണേ നിനക്കവൻ പ്രിയ പ്രാണനുലഞ്ഞപ്പോ നിൻമുഖം കണ്ടതാണേ നെഞ്ചിലവൻ നിന്നെ വഹിച്ചതായി. വളരെ സത്യസന്ധതയുള്ള കുടുംബമാണ്. ഈ ദൈവദരിസന്നിധി സത്യസന്ധതയുണ്ടെങ്കിൽ ഈ മിന്നൽ പോലെയാണ് അനുഗ്രഹം വരുന്നത്. അന്ന് രാത്രി ഒരു ദിവസം ഈ നന്ദനയുടെ അമ്മ പെര അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, പകല് ഒരു പെര അടിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവർക്ക് ഈ നന്ദന അമ്മയ്ക്ക് അവർക്കൊരു സങ്കടം വന്നു. അവിടെ ഒരു ദീർഘനിശ്വാസമാണ്. ഇപ്പം ദീർഘനിശ്വാസമാണെങ്കിലുമേ ദൈവത്തോടുള്ള അടുപ്പവും സ്നേഹം കൊണ്ട് ദൈവം അനുഗ്രഹിക്കാൻ പോകുമ്പോൾ ആ അനുഗ്രഹത്തിൻ്റെ ഒരു സങ്കടം വരും. നമുക്ക് അനുഗ്രഹം ദൈവത്തിൽ നിന്നാണ് വരാൻ പോകണമെങ്കിലും നമുക്ക് ഫീൽ ചെയ്യണം ചില സമയത്ത് സങ്കടമായിട്ടായിരിക്കും. അതിങ്ങനെ ശ്രദ്ധിക്കണം. ഇതൊക്കെ എൻ്റെ സങ്കടം എന്താണെന്നറിയാമോ? അവളിങ്ങനെ അവളെന്ന് പറയാൻ പറ്റില്ല. അത് ആ ചേച്ചി ഇങ്ങനെ മുറി തൂത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദീർഘനിശ്വാസം വന്ന്. എന്താ കാര്യം? അവരുടെ ചേച്ചി അനിയത്തിമാർക്കെല്ലാം നല്ല വീടുകളുണ്ട്. അതാണ് ഒരു സങ്കടം. അപ്പോൾ ഇവൾക്ക് കിടപ്രായമായ മകളുണ്ടെങ്കിലും ആ മകൾ പറഞ്ഞ പോലെ സർക്കസ് കൂടാരം പോലുള്ള വീടാണ്, ചൊരുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് ഇത്രയും വലിയ മക്കൾ ഉണ്ടായിട്ടും അവർക്കൊരു വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല എന്നുള്ള അമ്മയുടെ സങ്കടം എന്ന് പറയുന്നത് വല്ലാത്തൊരു സങ്കടമാണ്. അവർക്ക് മുറി തൂക്കാൻ പറ്റാതെ ഇങ്ങനെ പ്രതിമയെപ്പോലെ നിൽക്കണത് സങ്കടപ്പെട്ട്. എന്നിട്ട് പറയണത്, എന്നിട്ട് അമ്മയോട് ഒരു അമ്മേ കൃപാസനം മാതാവേ, അമ്മയെന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് കൃപാസനം മാതാവാണ്. അമ്മേ കൃപാസനം മാതാവേ, എനിക്കൊരു വീടിതാ, എൻ്റെ ചേച്ചിക്കും അനിയത്തിമാർക്കും എല്ലാം നല്ല വീടില്ലേ. എന്നിട്ട് ഇവർ ചങ്കക്കുള്ളൊരു വർത്തമാനം പറയും, എനിക്ക് ഒരു വീട് തന്നാ. പിറ്റേ ദിവസം അമ്മ എന്നെ വിളിച്ചു, ഞാൻ വന്നോളാം, ഒരു ദിവസമെങ്കിലും ഈ മക്കളുടെ കൂടെ ആ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് ഞാൻ അമ്മ വിളിക്കുന്ന സ്ഥലത്ത് വരാൻ പോകും. അതൊരു പ്രാർത്ഥനയാണ്, വെച്ചാൽ ചങ്കക്കൊള്ളണ ഒരു പ്രാർത്ഥനയാണ്. എന്നിട്ട് ഇവർക്ക് പുളിയില്ല, മുളകില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചന്തയിൽ പൊരിക്കണ ചേട്ടനെ വിളിക്കാൻ വേണ്ടി ഓർപ്പിക്കാൻ വേണ്ടി ചേട്ടനെ വിളിപ്പിക്കും. ഇന്ന സാധനം ഇല്ല, കാപ്പിപ്പൊടിയില്ല, തേയിലയില്ല നിങ്ങൾ വിളിക്കത്തില്ല, അതുപോലെ ഇവർ വിളിക്കും, ഇന്ന സാധനം മേടിച്ചു. അപ്പോൾ ചേട്ടൻ്റെ നമ്പർ ബിസിയാണ്. ആ സെക്കൻഡിന് കുറച്ച് കഴിയുമ്പോൾ ചേട്ടൻ തിരിച്ച് വിളിക്കും, എന്താണ് വിളിച്ചത്? അല്ല ഇന്ന സാധനം ഇല്ലെന്ന് പറയാൻ. പിന്നെ ഞാൻ പഞ്ചായത്തിൽ നിന്ന് എന്നെ വിളിച്ചിരിക്കരുത്, നീ വിളിക്കുമ്പോൾ നമ്മുടെ വീട് ശരിയായെന്ന് പറയും. എൻ്റെ സ്പീഡ് കണ്ട, ഇതാണ് സ്പീഡെന്ന് പറയണത്. അവർ സാക്ഷ്യം പറയാൻ വേണ്ടി കുടുംബത്തോടെ കയറി നിൽക്കുമ്പോൾ മനോഹരമായൊരു വീട്ടിൽ, അമ്മ കൊടുത്ത വീട്ടിൽ നിന്നാണ് അവർ ഇറങ്ങി വന്നിരിക്കുന്നത്. നിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നീ ദൈവത്തോട് ചേർന്ന് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുക. ആ തീരുമാനം സത്യസന്ധമായ മാത്രം മതി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരുമിച്ച് പാടുക. ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നതാണേ, ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നതാണേ. നൂലുലയിൽ പ്രിയ പ്രാണനുലഞ്ഞപ്പോ നിൻമുഖം കണ്ടതാണേ നെഞ്ചിലവൻ നിന്നെ വഹിച്ചതായി. നൂലുലയിൽ പ്രിയ പ്രാണനുലഞ്ഞപ്പോ നിൻമുഖം കണ്ടതാണേ നെഞ്ചിലവൻ നിന്നെ വഹിച്ചതായി. ചങ്കു പിളർന്നതാണേ നിനക്കവൻ തന്നതാണേ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം.
അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളിതുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ദൈവപിതാവേ നന്ദി, പിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ ആരാധിച്ചിടാം, ദിവ്യകാരുണ്യത്തെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യനാഥ, മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, ആത്മാവാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, വലിയ വലിയ സാക്ഷികളാക്കി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ദിവ്യകാരുണ്യത്തെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും
മൗനമായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനാ വിഷയങ്ങളും സമാനമായിട്ടുള്ള ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെയും കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷയായ ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടി നാളിതുവരെ കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു പോയിട്ടുള്ള മുഴുവൻ മക്കളെയും, ഓൺലൈനായി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെയും, ലൈറ്റ് ക്യാൻഡിൽ പ്രയർ വഴിയായിട്ടും അവർ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിലൂടെയും എല്ലാം തങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഓരോ മക്കളുടെയും വ്യക്തിപരമായ ആവശ്യങ്ങളെ ഞങ്ങൾ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറെ പ്രത്യേകമായിട്ട് ജീവിത ദുരിതങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളുടെ പ്രത്യേകമായ നിയോഗങ്ങളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഗുരുതരമായിട്ടുള്ള രോഗാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന മക്കളെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കടഭാരത്താൽ വലയുന്നവരെയും, ജോലി ഇല്ലാതെ വിഷമിക്കുന്നവരെയും, വിവാഹബന്ധം പിരിഞ്ഞു നിൽക്കുന്നവരെയും, മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെയും, കുഞ്ഞു മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ശക്തി എല്ലാ മേഖലകളിലും ഈ ആരാധനയുടെ യോഗ്യതയാൽ പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി മക്കളുടെ നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ഗായക സംഘത്തോട് ചേർന്നുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകരു സ്തോത്രം. ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകരു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതി രക്ഷകരു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിന്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛനെ ഈ അൾത്താരിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അച്ഛന്റെ ആരോഗ്യത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തുടങ്ങി വെച്ചിരിക്കുന്ന എല്ലാ മിഷൻ ദൗത്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇന്നതല്ലതാ ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഇന്നതല്ലതാ ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഉച്ചത്തിൽ ചെയ്ത് പാടാം. ഇന്നതല്ലതാ ദൈവം നമ്മെ നേടിയതല്ല
ദൈവമില്ല കർത്താവ്